അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. കണ്ണൂരിന്റെ ഗവൺമെന്റോ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين. أعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له شريك في الملك ولم يتخذ صاحبة ولا ولدا. اللهم صل على سيدنا وحبيبنا محمد صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته وبيته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. ബഹുമാന്യരായ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യരായ ഹാജികളെ സെന്ററിന്റെ ഹാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേൾക്കാനും അറിയാനും പഠിക്കാനും ചേർന്ന ബഹുമാന്യരായ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ മഹാനാണ്. അവിടത്തോട് നമ്മൾ എന്ത് തിരിച്ച് കടപ്പാട് എങ്ങനെ പ്രകടിപ്പിക്കും പോലും നമുക്കറിയില്ല. ഈ ഉമ്മത്തിന് അവിടുന്ന് റഹ്മത്തായിരുന്നു. നമുക്ക് റഹ്മത്ത് തരുന്ന ഒരാൾക്ക് നമ്മൾ തിരിച്ച് മുകാഫഅത്ത് ചെയ്യണം, തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെങ്കിലും പറയണമെന്നാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സ്വലാത്തിന്റെ അർത്ഥം സ്വലാത്ത് എന്നതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഹബീബായ നബിക്കും അവിടുത്തെ അഹ്ലു ബൈത്തിനും നിന്റെ റഹ്മത്തും നിന്റെ കരുണയും ചൊരിഞ്ഞു കൊടുക്കണമേ. അതല്ലേ അതിന്റെ അർത്ഥം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നബിതങ്ങൾക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുക സാധ്യമല്ല. അതിന്റെ ആവശ്യം നമ്മൾ അതിന് കാര്യമല്ല.
നമ്മളെങ്ങനെ ശുപാർശ ചെയ്യുക? തങ്ങളല്ലേ ശുപാർശ ചെയ്യേണ്ടത്. തങ്ങളെക്കാളും സ്ഥാനം കൂടിയവർക്കല്ലേ തങ്ങൾ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ നന്ദി പ്രകടനത്തിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് തങ്ങളോട് മുഹബ്ബത്ത് ഉണ്ടാവുക എന്നത്. സ്നേഹപ്രകടനത്തിന്റെ ഒരു ചെറിയ അംശമാണ്. അത്രേ നമ്മളോട് കഴിയുള്ളൂ. മുഴുവനായും അവിടത്തോട് കടപ്പാട് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കഴിയില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സമയം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടികൾക്ക് മുമ്പേ ഉള്ളവനാണ് അല്ലാഹു. സമയം അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഇത്ര വർഷങ്ങൾ ഇത്ര കാലമായി അല്ലാഹു സലാത്തും സലാമും ഹബീബിനോട് പറയാൻ തുടങ്ങിയിട്ട് എന്നും അങ്ങനെ തോന്നിപ്പോകും. അത് അഹ്ലു ബൈത്തിന് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലാറുണ്ട്. ചൊല്ലണം എന്നാണ്. അത് അങ്ങനെ രീതി സ്വഹാബികൾക്ക് താബിഈങ്ങൾക്കൊക്കെ ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ബുഖാരി തങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അത് നോർമലാണ്. അലി അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു പറയേണ്ടത് അലിയെ സംബന്ധിച്ച്, ഫാത്തിമ ബീവി അലൈഹിസ്സലാം, ഹസൻ അലൈഹിസ്സലാം എന്നൊക്കെ പറയും. അഹ്ലു ബൈത്തിനോട് ഹബീബായ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഹബീബായ തങ്ങളുടെ മുഖസാദൃശ്യമുള്ള ചില സ്വഹാബിമാരുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് തങ്ങളുടെ ഇബ്നു അം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന്റെ മകൻ ജഅഫർ തങ്ങൾ. മുഅ്തയിലെ ഷഹീദും രണ്ട് ചിറകുകളാൽ സ്വർഗ്ഗത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് നബി തങ്ങൾ പറയുകയും ചെയ്ത നബി തങ്ങളുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകൻ, അതാണ് ഇബ്നു അം എന്ന് പറഞ്ഞാൽ അവരാണ് ജഅഫർ തങ്ങളോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അശ്ബഹത ഖൽഖി വഖുലുഖി. ജഅഫറേ, നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ ശരീരരൂപവും അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ജഅഫർ എന്നവരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മദീന പള്ളിയിൽ ശരിക്കും ചാടി സന്തോഷം കൊണ്ട്. അതിലും വലിയൊരു കിട്ടാനുള്ളത് അശ്ബഹത ഖൽഖി വഖുലുഖി. ജഅഫറേ, നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ ശരീരരൂപവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നടത്തവും സ്വഭാവവും മുഖപ്രകാശവും ഫാത്തിമ ബീവിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ആ നടത്തം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയിട്ട് പറയും, കഅന്ന മിശ്യതഹാ മിശ്യതു റസൂലില്ലാഹ്. ആ നടത്തം ഒന്ന് നോക്കണേ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നടത്തം പോലെയുണ്ട് എന്ന് ഫാത്തിമ ബീവിയെ ചൂണ്ടി ആയിഷ ബീവി പറയാറുണ്ട് റളിയല്ലാഹു അൻഹുമ. അത് ഹബീബിന്റെ നടത്തമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സംസാരം ഹബീബിന്റെ സംസാരവും അതേ ശബ്ദവുമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ പലപ്പോഴും നനഞ്ഞു പോയത് പുണ്യനബി തങ്ങളുടെ വഫാത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫാത്തിമ ബീവി എപ്പോഴെല്ലാം ബീവിയോട് ആയിഷ ബീവിയോട് വന്ന് സലാം പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നനയും. ഇത് ഹബീബിന്റെ ശബ്ദം പോലെ തന്നെ, ഹബീബ് സംസാരിക്കുന്ന പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈങ്ങളിൽ ഒരു മഹാനുണ്ട്, ഖാബിസ് ഇബ്നു റബീഅ താബിഈയാണ്. ആ മഹാനെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞത് മഹാനവറുകൾ കാന മിൻ അഹ്ലിൽ ബസ്റക്കാരനാണ്, ഇറാഖുകാരനാണ്. മഹാനപ്പെട്ടവർ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കാന യുശ്ബിഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാബിസ് ഇബ്നു റബീഅ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ രൂപമായിരുന്നു അത്രേ.
ഖാബിസ് ഇബ്നു റബീഅ. അത് ആര് അറിഞ്ഞു? മുആവിയ റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്, ഭരണാധികാരിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് ആളയച്ചു. ഇതൊരു പാവ മനുഷ്യനാണ്, ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്, വലിയ അറിയപ്പെട്ട ആലിമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കാന ശബീഹൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ മുഖം അതുപോലെ ഉള്ളത് മഹാനവറുകൾക്കാണ്. ഖാബിസ് ഇബ്നു റബീഅ മുആവിയ തങ്ങൾ ആളയച്ചു, ബസ്രയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഷാമിൽ കൊണ്ടുവന്ന് ഡമസ്കസിലേക്ക് കൊണ്ടുവന്നു. ഖാബിസ് ഇബ്നു റബീഅ എന്ന പാവമായൊരു മനുഷ്യനെ മഹാനവറുകൾ വന്നപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ തഖ്തിൽ നിന്ന് എണീറ്റു, സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് നടന്നു വന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, വഖബ്ബല ബൈന ഐനൈ, രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ചപ്പോ ഖാലൽ ഖൗമു അതഖൂമു ലിഹാദ ശൈഖി വഅൻത അമീറുൽ മുഅ്മിനീൻ. മുആവിയ തങ്ങളെ, നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ? അങ്ങനത്തെ നിങ്ങൾ ഒരു പ്രായമായ ഒരു കർഷകനായ മനുഷ്യനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുകയോ? നിങ്ങൾ ലോക മുസ്ലിമീങ്ങളുടെ നേതാവല്ലേ? അങ്ങനത്തെ നിങ്ങൾ ആർക്ക് വേണ്ടിയായി എഴുന്നേറ്റത്? ആരെയാണ് ഈ ഉമ്മ വെച്ചത് എന്ന് ചോദിച്ചപ്പോ നഅം, എനിക്കറിയാം, അദ്ദേഹം നിങ്ങളുടെ കണ്ണിൽ ഒരു സാധാരണക്കാരനായിരിക്കാം. റഅയ്തു ഫീഹി മുശാബഹം മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം പോലത്തെ മുഖമല്ലയോ ഖാബിസ് ഇബ്നു റബീഅയുടേത്? അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ബഹുമാനിച്ചത് എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അവിടുത്തെ കാലഘട്ടത്തെ തന്റെ കൊട്ടാരത്തിലെ മുഴുവൻ ആളുകൾക്കും ആ സംശയം തീർത്തു കൊടുത്തു. എന്ത് കുറവാണ് ഖാബിസ് ഇബ്നു റബീഅക്ക്? നോക്കണം, ഹാദാ അശ്ബഹുൻ നാസി ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഇത്രമേൽ മുഖസാദൃശ്യമുള്ള ആരെങ്കിലും നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? ഖാബിസ് ഇബ്നു റബീഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ وفم الزمان تبسم وثناء الروح والملأ الملائك حوله للدين والدنيا به بشراء والوحي يقطر سلسلا من سلسل واللوح والقلم البديع رواء يوم يتيه على الزمان صباحه ومساؤه بمحمد والله صلى الله عليه وسلم. بك بشر الله السماء فزينت وتضوعت مسكا بك الغبراء يا من له الأخلاق ما تهوى العلا منها وما يتعشق الكبراء زانتك في الخلق العظيم شمائل يغرى بهن ويولع الكرماء يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ലോകത്തിന് വെളിച്ചമായിട്ട്, സന്തോഷം നൽകുന്നവരായിട്ട്, താക്കീത് നൽകുന്നവരായിട്ട്, പ്രകാശമായിട്ട് നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുകയാണ്. അബ്ദു ഇബ്നു ജഅഫർ എന്നവര് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കഥ പറയുന്നുണ്ട്. അർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫഹു ദാത യൗമിൻ, ഞാനൊരു ദിവസം ഹബീബായ തങ്ങളുടെ കൂടെ ഒട്ടകപ്പുറത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് ചില സ്വകാര്യങ്ങൾ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ലാ ഉഹദ്ദിഥു ബിഹി അഹദൻ മിനൻ നാസ്, ആ ഇൽമ് സ്വകാര്യമായതിന്റെ പേരിൽ ഞാൻ ആരോടും അത് പറഞ്ഞു കൊടുക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് കയറി ചെന്നു ഹബീബിന്റെ കൂടെ. റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോൾ ഹന്ന വദറഫത ഐനാഹ്, ആ ഒട്ടകത്തിന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ ഒട്ടകം തേങ്ങിക്കരയുന്നത് പോലെ
ഹന്ന തേങ്ങിക്കരഞ്ഞു. വദറഫത് ഐനാ, ആ ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകുന്നു. ഫനസല റസൂലുള്ളാഹ്, ലോകത്തിന്റെ റഹ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. ഫമസഹ ദഫറാഹു വസ്സറാത, ആ ഒട്ടകത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ തടവി കൊടുത്തു. ഫസകൻ, ആ ഒട്ടകം പിന്നെ മിണ്ടാണ്ട് മൗനിയായി ശാന്തമായി. തങ്ങൾ ഒരേ ഒരു ചോദ്യം, മൻ റബ്ബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഫജാഅ ശാബ്ബും മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അന, ഞാനാണ് നബിയേ. ആ ചെറുപ്പക്കാരനോട്, അലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? അല്ലതി മല്ലക അല്ലാഹു ഇയ്യാഹാ ഫഇന്നഹു ശകാക ഇലയ്യ വസഅമ അന്നക തുജീഉഹു വതുദിബുഹു, നിങ്ങൾ ഈ ഒട്ടകത്തെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് ഈ ഒട്ടകം പരാതി പറയുന്നു എന്ന് പറയുന്ന സംഭവത്തിന്റെ സാക്ഷിയാണ് അബ്ദു ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഇത് ഒട്ടകമാണ്. ഐന സാഹിബു ഹാദൽ ബഈർ, നോക്കണം ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ വന്നത്. യഹിന്നുൽ ജിദ്ഉ മിൻ ശൗഖിൻ ഇലൈക വയദ്രിഫു ദംഉഹു ഹുസ്നൻ അലൈക, ജീവനില്ലാത്ത മരത്തിന്റെ തടി, ജിദ്ഉൻ നഖ്ല, ഈ തപ്പനയുടെ തടി കരഞ്ഞിട്ടില്ലയോ നബിയെ അങ്ങയോട് സ്നേഹം തോന്നിയിട്ട്? ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഹനീനുൽ ജിദ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വയദ്രിഫു ദംഉഹു ഹുസ്നൻ അലൈക ഫിദാക ഖറാബതി വജമീഉ മാലി വഅബ്ദുലു മുഹ്തി ദൗമൻ ഫിദാക തദൂം സഅദതി വനഈം റൂഹി إذا بذلت حياتي في رضاك حبيب القلب عذر لا تلمني فحبي لا يحب في سماك ذنوبي أقعدتني عن علو وأطمع أن أقرب من علاك لعل محبتي تسمو بروحي فتجبر ما تصدع من هواك. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിരക്കണക്കായ മുഅ്ജിസത്തുകൾ കണ്ടവർ സ്വഹാബിമാർ. ഒരു വിഭാഗം ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ഈ നിമിഷവും ഹബീബിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർ. ഇപ്പുറത്ത് കണ്ണോ കാതോ ജീവനോ അനക്കമോ ഇല്ലാത്ത കന്നുകാലികളോ കല്ലുകളോ പർവ്വതങ്ങളോ മൃഗങ്ങളോ സസ്യലതാദികളോ ഇപ്പുറത്ത് ഇവരെല്ലാം യജ്ഹിഷു ബിൽ ബുകാഇ വബിൻ നഹീബി ലിഫഖദി ഹരീകും വകദാ ഇലൈക, ഹബീബിനെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ്. നമ്മുടെ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്ത് പറഞ്ഞു, മാ അഅതല്ലാഹു നബിയൻ മാ അഅതാ മുഹമ്മദ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയതുപോലെ ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമാം ശാഫിഈ തങ്ങൾ ശിഷ്യനായ അംർ ഇബ്നു സവാദ് എന്നവർ ചോദിച്ചു, ഈസ നബി മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ? ഇമാമേ, ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിച്ചിട്ടില്ലേ? ഹബീബാ നബി തങ്ങൾ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടോ തങ്ങൾ എന്ന് ഇമാം ശാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോൾ ഈ തിരികരഞ്ഞ മരക്കഷ്ണത്തിന്റെ ചിത്രമാണ് ആ ഒരു ഹദീസാണ് ഇമാം ശാഫിഈ തങ്ങൾ ഉദ്ദേശിച്ചത്. محمدا حنين الجدع حتى سمع صوته من معه فهذا أكبر من ذلك. ഇത്തപ്പനടി തേക്കരഞ്ഞില്ലയോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി? ഫഹദാ അക്ബറു മിൻ ദാലിക്, ആ കരച്ചിൽ ജുമുഅ വന്ന പള്ളിയിൽ നമ്മുടെ സ്വഹാബിമാർ കേട്ടല്ലയോ? ആ ഇത്തപ്പന തേങ്ങിക്കരയുക എന്നത് മരിച്ച ഒരാൾ ജീവിപ്പിക്കുന്നതിനേക്കാളും വലുതാ. കാരണം മരിച്ച ആളുടെ ശരീരത്തിൽ ഏതാനും മിനിറ്റുകൾക്ക് റൂഹുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് റൂഹുണ്ടായിരുന്ന ഒരു ശരീരമാണത്, സംസാരിക്കാൻ കഴിയുന്ന ആളാണത്. എന്നാൽ കേൾവിയോ സംസാരമോ ഒന്നും നമ്മൾ ആർക്കും അറിഞ്ഞിട്ടില്ല. ഉണങ്ങിയ ഒരു മരക്കഷ്ണം, ആ മരക്കഷ്ണം തേങ്ങിക്കരത് ഒരു മരിച്ച ആളെ ജീവിപ്പിക്കുന്നതിനേക്കാൾ വലുതല്ലോ എന്ന് ഇമാം ശാഫിഈ തിരിച്ചു ചോദിക്കുകയാണ്. അത്ഭുതമല്ലേ അത്? യഹിനുൽ ജിദ്ഉ മിൻ ശൗഖിൻ ഇലൈക വയദ്രിബു ദംഉഹു ഹുസ്നൻ അലൈക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബിമാർ യാത്ര പോകുമ്പോൾ പക്ഷിയെ അവരെ പിടിച്ചുകൊണ്ടുവന്നപ്പോ ആ പട്ടിയെ തിരിച്ചു കൊടുക്കണമേ. മൻ ഫജഅ ഹാദിഹി ബിഖൈഹാ, ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് പിടിച്ചത്, തിരിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? ആ പക്ഷി ഹബീബിന്റെ അരികിലേക്ക് വന്ന് പാറിൽ നിന്ന് തങ്ങളോട് പരാതി പറഞ്ഞവനാണ്.
പാടിയിട്ടുണ്ട്. ജാഅത് ഇലൈക ഹമാമത്തുൻ മുഷ്താഖത്തുൻ തഷ്കൂ ഇലൈക ബിൽ സുബ്രി വാജിഫി. ഹബീബായ തങ്ങളെ അവരോട് സ്നേഹം കൊണ്ട് നിറഞ്ഞ കൽബുമായി ഒരു മാടപ്രാവ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നില്ലയോ? جاءت إليك حمامة مشتاقة تشكو إليك بصب واجف. സ്നേഹം നൽകുന്നുണ്ട് അങ്ങയോടെ വന്ന് പരാപറഞ്ഞ കൊച്ചു പക്ഷി, വലിയ മനുഷ്യന്മാർ ആ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയത് അവരോട് ആര് പറയാൻ, ആരും വാക്കുകൾക്കും അതിനോട് കാണിച്ച് തിരിച്ചു കൊടുക്കും. പക്ഷേ നീ ലഭിക്കാൻ പറ്റുന്ന ഒരു കോടി ഭൂമിയിലുണ്ട് എന്ന് ആ പക്ഷിയെ ആരാണ് ആ പക്ഷിയോട് ചെന്ന് പറഞ്ഞു കൊടുത്തത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കോടതി അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ തന്റെ അവകാശങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് ആരാണോ പ്രാവിനോട് പറഞ്ഞു കൊടുത്തത്? മൻ അഖ്ബറൽ വഖാ അന്ന മഖാമകും ഹറമുൻ വഅന്നക മൻസിലുൽ ഖായിഫി. മൻ അഖ്ബറൽ വഖാ, ആരാണ് പ്രാവിനോട് ചെന്ന് പറഞ്ഞു കൊടുത്തത്? അൽ വർഖാ എന്ന് പറഞ്ഞ പക്ഷിയാണ്, പ്രാവ്. വർഖായോട് ആരാണ് പറഞ്ഞു കൊടുത്തത്? അന്ന മഖാമകും, ഹബീബേ അങ്ങയുടെ മഖാം ഹറമുൻ, പരിശുദ്ധമാണ്. വഅന്നക മൻസിലുൽ ഖായിഫി, പേടിച്ച് നടക്കുന്ന ആളുകൾക്ക് അഭയമാണ് നബിയേ അങ്ങയെന്ന് ആരാണ് പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ചോദിക്കുകയാണ്. അവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, ഇമാം ഹക്കീം എന്നവർ സ്വഹീഹുൽ ഇസ്നാദ് ധരിച്ചിട്ടാണ്. സ്വഹീഹുൽ ഇസ്നാദ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര പോയ ഒരു കഥ പറയുന്നുണ്ട്. ഇതേ അബ്ദു ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല മഹാൻ പറയുന്നു, 3 കാര്യം ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഈ ഒട്ടകത്തിന്റെ ചരിത്രമാണ്. വീണ്ടും യാത്ര പോയി. അത് വല്ലാത്ത അത്ഭുതങ്ങളുടെ യാത്രയായിരുന്നു. ഒരു സ്ഥലത്ത് ഞങ്ങൾ വിശ്രമിക്കാൻ ഇറങ്ങി. ഹബീബായ തങ്ങൾ കിടക്കുകയാണ്. ഒരു വൃക്ഷം കടന്നു വന്നു. ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബ് ആ കിടക്കുന്നിടത്ത് ആ വൃക്ഷമില്ല. തങ്ങൾ കിടന്നിടത്തേക്ക് വൃക്ഷം അടിയോടുകൂടെ നടന്നു വന്ന് ഇതിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ കണ്ട അത്ഭുതത്തിൽ നബി പറഞ്ഞു, ആ വൃക്ഷം അല്ലാഹുവിനോട് സമ്മതം ചോദിക്കുകയായിരുന്നു, റബ്ബേ നിന്റെ റസൂൽ അവിടെയാണ് പോയി കിടക്കുന്നത്, അങ്ങോട്ട് 4 കാലുകൊണ്ട് നടന്നു പോകാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ ഹബീബിനെ കഴിയുമോ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് സലാം പറയാൻ അല്ലാഹുവിനോട് സമ്മതം ചോദിച്ച വൃക്ഷമായിരുന്നു. ഹബീബിനോട് സലാം പറയട്ടെയോ എന്ന് റബ്ബിനോട് സമ്മതം ചോദിച്ചു വന്ന ഒരു വൃക്ഷം. ജീവനും ബോധവും ഈമാനുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയാൻ എത്ര കൊതിക്കണം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വൃക്ഷ അരികത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പെണ്ണ് ഓടി വന്നു. ബിബിനില്ലഹാബിഹി ജുന്ന, ഭ്രാന്ത് പിടിച്ച ഒരു കുഞ്ഞുമായിട്ടൊരു ഉമ്മ വന്നു. അവരുടെ കയ്യിൽ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞിന്റെ മൂക്കത്ത് വിരലിച്ചുകൊണ്ട് നബിതങ്ങൾ പിടിച്ചു. ആ കുഞ്ഞിന്റെ മൂക്കിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കയറിക്കൂടിയ പിശാചേ നീ ഇറങ്ങിപ്പോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നടന്നു. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വെള്ളത്തിന്റെ അരികത്തൂടെ അങ്ങനെ കടന്നു പോകുമ്പോ ആ പെണ്ണ് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒട്ടകക്കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. പാല് കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഒട്ടകൊന്നും വേണ്ട, പാല് സഹാബത്തിനോട് നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, എന്താ കുട്ടി അവസ്ഥ എന്താണ്? വല്ലദീ ബഅതക ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ റഅയ്നാ ഫീഹി റൈബൻ ബഅദക, അങ്ങ് ആ കുഞ്ഞിന്റെ മൂക്ക് പിടിച്ചതിന് ശേഷം എന്റെ കുട്ടിക്ക് പിന്നെ ഒന്നും ഉണ്ടായില്ല എന്ന് ദിവസങ്ങൾക്ക് ഞങ്ങൾ അവിടെ തിരിച്ചു വരുമ്പോൾ ആ ഉമ്മ പറഞ്ഞു എന്ന് ആയ അബ്ദുൽ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, ذاك رسول الله صلى الله عليه وسلم. കല്ലുകളും വൃക്ഷങ്ങളുമെല്ലാം ഹബീബിനോട് സലാം പറയുന്നു. കല്ലുകൾ ഹബീബിന്റെ കയ്യിൽ തസ്ബീഹ് ചൊല്ലുന്നു. ഉണ്ണി ഹബീബിന്റെ കയ്യിൽ തസ്ബീഹ് ചൊല്ലുന്ന എത്രയോ അനുഭവങ്ങൾ
لئن سبح صم لجبال مجيبه لداود أولى الحديد المصفح فإن سحور الصم لا بكفه وإن الحصى في كفه ليسبح. ദാവൂദ് നബി അലൈഹി സലാം സബൂർ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീൻ മലകൾ ദാവൂദ് നബിയുടെ ഖിറാഅത്തും മലകളും ഓതുമായിരുന്നു. സബൂറിന്റെ വരികൾ എന്ന് ഖുർആനിലുണ്ട്. യാ ജിബാലു ഉവിബി മഅഹു തയ്ർ. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ഇങ്ങനെ ഓതുമ്പോൾ, സബൂർ എന്നത് നമ്മുടെ ഒരു പ്രകീർത്തന കാവ്യമാണ്. എന്ന പോലെ അല്ലാഹു പ്രകീർത്തിക്കുന്ന വരികളാണ്, ബൈത്തുകളാണ് സബൂർ. സബൂറിലെ നിയമങ്ങൾ തൗറാത്തിലാണ്, അതിന്റെ ബാക്കി ഭാഗം ഇഞ്ചീലിലുമാണ്. പക്ഷേ സബൂർ എന്നത് കാവ്യമാണ്. മഹാനായ ദാവൂദ് നബി ചെറിയ കിതാബ് വളരെ പെട്ടെന്ന് ഓതി തീർന്ന അവരുടെ കുതിരയെ എത്തിയിട്ട് ആ കുതിരയുടെ പുറത്തിന്റെ ജീനിയും കെട്ടി റെഡിയാക്കണം എന്ന് പറയുമ്പോഴേക്കും അത് മഹാനവറുകൾക്ക് വേണ്ടി പരിവാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ബഹുമാനപ്പെട്ടവർ സബൂർ ഓതി തീർക്കുമായിരുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയാണ് ദൈർഘ്യം ഉണ്ടാവും, വളരെ വരികളേ ഉള്ളൂ. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാം വളരെ മനോഹരമായ ശബ്ദമഹാനാണ്. ഫലസ്തീനിൽ മലകളും അവിടെയുള്ള പക്ഷികളായ ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ഇങ്ങനെ ഓതാൻ മലകളിൽ നിന്ന് പക്ഷികളുടെ കൊക്കുകളിൽ നിന്ന് സബൂറിന്റെ വരി ഇങ്ങനെ കേൾക്കാൻ കഴിയുമായിരുന്നു. മലകളും പക്ഷികളും സബൂർ. അങ്ങനെയൊക്കെയാണെങ്കിലും പുണ്യ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് അതിനേക്കാളും വലുതല്ലയോ കവി ചോദിക്കുന്നത്. കുഴിക്കുള്ളിൽ നൂറുകണക്കിന് സഹാബിമാർ പൊട്ടിച്ചെടുക്കാൻ കഴിയാവുന്ന വലിയൊരു കൈകൊണ്ട് ഇവരൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. പുണ്യനബിയുടെ കയ്യിലെ ഒരു പട്ടോ അല്ലെങ്കിൽ മിനുമിത്ത വസ്ത്രമോ കയ്യിലെത്തൂല. അതിലും ഹബീബിന്റെ കൈ ആ കൈയുടെ ഒന്ന് തട്ടിയപ്പോഴേക്കും മലകളോളം എന്ന പർവ്വതങ്ങൾ പൊടിപൊടിയായി മാറിയിട്ടില്ലേ? ഇത് ദാവൂദ് നബി ഇസ്ലാമിന്റെ കൂടെ ആ മലകൾ ചൊല്ലി എന്ന് പറയുന്ന മുഅ്ജിസയേക്കാളും വലിയ മുഅ്ജിസയല്ലയോ? ഇന്നൽ ഹസാഫി കഫിഹി ലയസബിഹു. അവിടുത്തെ കയ്യിൽ നിന്നുകൊണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടല്ലോ. وإن كان موسى أنبع الماء من العصا فمن كفه قد أصبح الماء يتفح. പാറകളിൽ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം വടികൊണ്ട് അടിച്ചപ്പോൾ ഫംഫജറത് 12 അരുവികൾ അതിൽ നിന്ന് ഒഴുകുന്നുണ്ട് എന്നത് അത്ഭുതം തന്നെയാണ്, മുഅ്ജിസത്ത് തന്നെയാണ്. എന്നാൽ ഹബീബിനെ കുറിച്ച് കേൾക്കണേ. ഫമിൻ കഫിഹി ഖദ് അസ്ബഹൽ മാഉ യത്ഫഹു. ഒരു തോൽപാത്രത്തിൽ വെള്ളം വന്നപ്പോൾ ആ വെള്ളത്തേക്ക് ഹബീബ് കൈച്ചിട്ടേ ഉള്ളൂ. ആ കൈവിരലുകൾക്കിടയിൽ നിന്ന് തെളിമയാർന്ന നേർത്ത വെള്ളമാണ്. എത്രയാണ് ഒഴുകി വന്നത്? അത് സ്വഹാബിമാർ പറ്റില്ലയോ? നൂറുകണക്കിന് സ്വഹാബിമാർ പാത്രങ്ങളിൽ എടുത്തു വെച്ചു. അവർ പിടിച്ചു, നിറയെ കുടുവരെ എടുത്തു വെച്ചു. എന്നിട്ട് അവർ മതിയായിരുന്നപ്പോൾ പുണ്യനെ കൈവച്ചു. ആ വെള്ളം അവിടെ നിന്നു. പാറയ്ക്കുള്ളിൽ നിന്നും വെള്ളം വരുന്നതിനേക്കാൾ അത്ഭുതമല്ലയോ ഓരോ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധവെള്ളം ഒഴുകുന്നത്? അതുകൊണ്ട് എല്ലാ മുഅ്ജിസത്തുകളും അമ്പിയാക്കന്മാരുടെ കൊണ്ടുവന്ന ആ മുഅ്ജിസത്തുകൾ മുഴുവനും വെല്ലുന്ന മുഅ്ജിസത്ത് ലോകത്തെ കാണിച്ച നബിയാണ് ഖാതമുൻ നബിയീൻ സീലൗലീന വൽ ആഖിരീൻ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി ലശാഹിദുൻ ഇൻദ റസൂലില്ലാഹ്. ഞാൻ അല്ലാഹു റസൂലിൻ കൂടെ ഒരു സദസ്സിലിരിക്കുമ്പോഴാണ് അങ്ങനെ കയ്യിൽ ചരൽക്കല്ലുകൾ ഉണ്ടായി, കൊച്ചു കല്ലുകൾ. ഫസബ്ബഹന ഫീഹി. അവിടുത്തെ കൈകളിൽ നിന്നുകൊണ്ട് ആ കല്ലുകൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് കുട്ടികൾ പറയുന്ന പോലെ ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേട്ടു. വഫീനാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി. നിങ്ങളുടെ കൂടെ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാൻ എന്നവർ അലിയാരുണ്ട്. ഖലീഫ മരിക്കുന്ന സദസ്സായിരുന്നു. അവിടെ ഞാനുണ്ട്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത് വളരെ സഹീഹുൻ റിജാലുഹു സിഖാത്തുൻ. പ്രബലമായ ഹദീസാണത്. പുണ്യബിന്റെ തസ്ബീഹിൽ ഇരുന്നത് അവിടേക്ക് വേണ്ടി സുജൂദ് കൊണ്ടുവന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു. വൃക്ഷങ്ങൾ ഹബീബിന് വേണ്ടി സുജൂദ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുണ്യനബിയോട് കാണിക്കുന്ന സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മുഅ്ജിസത്തുകളാണ്. ഒരു തലമുറ അല്ലാഹു ഹബീബിന് വേണ്ടി സംവിധാനിച്ച ഒരു കൂട്ടം മനുഷ്യർ. അവരോളം മേന്മയുള്ള ഒരു സമൂഹത്തെ ലോകത്തിന് കാണാനില്ല. ഒരു സൽമാനും ഒരു പാചകനും സ്വഹാബത്തിനോടും എത്തിയിട്ടില്ലെന്നാണ് അവരെ അല്ലാഹു സ്ഫുടം ചെയ്തെടുത്തത്. എന്തിനെന്നറിയോ? ഈ ഹബീബിന്റെ റിസാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കാനും ലോകത്ത് കൊണ്ടുനടക്കാൻ. അതാണ് സ്വഹാബിമാർ. നമ്മൾ ആരെങ്കിലും ഒരു മലയോളം സ്വർണം അല്ലാഹുവിന് വേണ്ടി സദഖ ചെയ്താലും സ്വഹാബിമാർ കൊടുത്ത ഒരു മുദ്ദിനോളം അതിന്റെ പകുതിയോളം
ലാ യബുദ്ദ അഹദി ഔ നസീഫഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പറ്റൂല. എന്തേ? അവരെ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത വിഭാഗമാണ് സ്വഹാബിമാർ. അവർ കാണുകയാണ്, അവരത് അനുഭവിക്കുകയാണ്. സ്നേഹിക്കുന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും മനാഇയാല തങ്ങൾ അടക്കമുള്ള സ്വഹാബിമാർ മുമ്പിലേക്ക് ചികിത്സ വേണമെന്ന് ചൊല്ലി നോക്കിയത്. ഹല്ലക അൻ ഉദാവീക്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ഒന്നും പറഞ്ഞില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് കേൾക്കണ്ടേ? അല്ലാഹുവിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? തിരിച്ച് തങ്ങൾ അതാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരട്ടെയോ? ഹല്ലക അൻ ഉരീക ആയ. ആ മനുഷ്യൻ നിൽക്കുന്നത് ഒരു ഈത്തപ്പനയുടെ താഴെയാണ്. അവിടെ ഒരു വൃക്ഷം വേറെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയോട് പറഞ്ഞു, തആൽ, നീ ഇങ്ങോട്ട് വാ. ഫഅഖ്ബല ഇലൈഹി വഹുവ യസ്ജുദു, സുജൂദ് ചെയ്യുന്ന പോലെ തലകുനിച്ച് വീണ്ടും തല ഉയർത്തി യർഫഉ റഅസഹു വയസ്ജുദു യർഫഉ റഅസഹു ഹത്താ ഇൻതഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈത്തപ്പന നടന്നെടുക്കുന്നത് ഈ മനുഷ്യൻ കാണുന്ന ബനു ആമിർ ഗോത്രക്കാരൻ, അയാൾ ഡോക്ടറാണ്, അറിയപ്പെട്ട ആളാണ്. ഹബീബ് ഇങ്ങോട്ട് വാ എന്ന വൃക്ഷത്തോട് പറഞ്ഞപ്പോ അത് വരുന്നു, തലകുനിച്ച് എഴുന്നേറ്റ്, സുജൂദിൽ നിന്ന് തലകുനിച്ച് എഴുന്നേൽക്കുന്ന പോലെ തലകുനിച്ച് എഴുന്നേറ്റ് ഹബീബിന്റെ മുമ്പിൽ വന്നു നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇർജിഅ ഇലാ മക്കാനികി, നിന്റെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോ. ഇതങ്ങോട്ട് കണ്ടപ്പോ ഈ ആമിരിയായ മനുഷ്യൻ, ബനു ആമിർ ഗോത്രക്കാരൻ പറഞ്ഞു, വല്ലാഹി ലാ ഉകദ്ദിബുക ബിശൈഇൻ തഖൂലുഹു അബദാ. മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്നത് 100% സത്യമാണെന്ന് ഞാൻ ഇവിടം വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ പറയുന്ന നുണയാണെന്ന് ഞാൻ ഇനി പറയൂല. തന്റെ നാട്ടുകാരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ആല ആമിർ ഇബ്നു സഅസഅത്തിന്റെ മക്കളായ ബനു ആമിറുകളെ, വല്ലാഹി ലാ ഉകദ്ദിബുഹു ബിശൈഇൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒരിക്കലും അസത്യമല്ല, അത് സത്യം തന്നെയാണ്. തങ്ങളെ ചികിത്സിക്കാൻ വന്ന ആള് സ്വന്തം രോഗം മാറിയിട്ട് തിരിച്ചു പോവാണ്. ഈ സംഭവത്തെ, ഈ ഹദീസിനെ സംബന്ധിച്ച്, ഈ ഹദീസ് റിപ്പോർട്ട് റവാഹു ഇബ്നു ഹിബ്ബാൻ, മഹാനവറുകളുടെ ഈ ഹദീസ് ഇസ്നാദുഹു സ്വഹീഹുൻ, സ്വഹീഹായ ഇസ്നാദുള്ള സംഭവമാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രിം ബിഖൽഖി നബിയ്യിൻ സാനഹു ഖുലുഖുൻ بالحق مشتمل بالبشر متسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كالزهر في ترف والبدر في شرف والبحر في كرم والدهر فيه همي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب أزكى صلاة منك دائمة على النبي منهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنت عذبات البان ريح صبا وأطرب العشاء صلى الله عليه وسلم وصحبه പുണ്യനിബിതങ്ങളെയും സ്വഹാബിമാരെയും ആരാണ് ഇതിന്റെ മുകളിൽ കയറിയതെന്നറിയുമോ? വമഅഹു അബൂബക്കറിൻ വഉമറു വഉസ്മാൻ, 4 പേരാണ്. ഒന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്ബുത് ഉഹദു, ഉഹദേ അടങ്ങി നിൽക്കണേ, നീ അനങ്ങല്ല. ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ,
ഉഹുദേ നിന്റെ മുകളിൽ നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരാണ്, പിന്നെ 2 ശുഹദാക്കളുമാണ്. ഷഹീദായി വഫാത്താവുകയാണ് ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കുട്ടി പറഞ്ഞ കാര്യമാണ്. ഹദീസ് സ്വഹീഹ് ബുഖാരിയുടെ ഹദീസ്, റവാഹുൽ ബുഖാരി. ആ ഹദീസാണ്. ഇത് നബി തങ്ങൾ സ്വഹാബിമാർ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സിദ്ദീഖ് തങ്ങൾ ഒഴികെ ബാക്കി കൂടെയുള്ള 2 ഖലീഫമാരും ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്നവരായിരിക്കും, അവർ ഷഹീദുകളാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ ഉഹദ് ഒന്ന് വിറച്ചപ്പോഴാണ്. അങ്ങനെ ഉഹദ് ഒന്ന് വിറച്ചത് കോരിത്തരിച്ചതാണ്, പ്രകമ്പനം കൊണ്ടതാണ്. ലാ തലൂമൂ ഉഹദൻ ലിൽതിറാബി. ഉഹദ് ഒന്ന് അനങ്ങിയെന്ന് വിചാരിച്ച് ഉഹദ് മലയെ നിങ്ങൾ പരിഹസിക്കരുതേ, ചീത്ത പറയരുതേ. ഉഹദ് ഒന്ന് വിറച്ചു എന്നതിന്റെ പേരിൽ ലാ തലൂമൂ ഉഹദൻ ലിൽതിറാബി ഇദ് അലാഹു ഫൽവജ്ദു ദാഉ. കാരണം ഉഹദ വിറച്ചത് ഒരു വിറയല്ല, അത് സ്നേഹത്തിന്റെ വിറയാണ്. സ്നേഹം ആ അസുഖം കൂടുമ്പോൾ, പനി മാറ്റുമ്പോൾ വിറക്കുന്ന പോലെ ഉഹദ് വിറച്ചതാണ്. അതുകൊണ്ട് ഉഹദിനെ ആരും ചീത്ത പറയരുതേ, എന്തേ ഹബീബിനെ കണ്ടത് എന്ന്. ഉഹദുൽ ലാ യുലാമു ഫഹുവ മുഹിബ്ബു. ഉഹദിനെ ആദരിക്കുന്നത്, ഉഹദിന് സ്നേഹമുണ്ട് എന്ന് നബി തങ്ങളല്ലേ പറഞ്ഞത്. ഉഹദിന് സ്നേഹമുണ്ട് എന്ന്. ولكم أطرب المحب لقاء ولكم أطرب المحب لقاء لا تلوموا أحدا للاضطراب إذ علاه فالوجداء أحد لا يلام فهو محب ولكم أطرب المحب لقاء. സ്നേഹിക്കുന്നവർക്ക് കണ്ടുമുട്ടുന്നത് എത്ര ആനന്ദമാണ്. ഉഹദ് മുഹിബാണെന്നല്ലേ കടന്നു പോകുമ്പോ ദൂരെ നിന്ന് മല കാണാനിടയായി. യാത്ര കഴിഞ്ഞ് വരുമ്പോ ഈ പർവ്വതത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനില്ലാതെ വരും മാറയല്ലേ എന്ന് വിചാരിക്കല്ലേ, ജീവനില്ലാത്ത പർവ്വതത്തിന് സ്നേഹമുണ്ട് എന്ന് പഠിപ്പിച്ചു നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക. അല്ലാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്ക ഹറമാണെന്ന് പ്രഖ്യാപിച്ചു. വഇന്നി ഉഹരിമു മാ ബൈന ലാബതൈഹാ. എന്നാൽ മദീനയുടെ ഈ വലക്കിടയിലുള്ള ഭാഗം ഹറമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് ശരീഅത്ത് നടപ്പാക്കാൻ അധികാരമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ ഹറമായി പ്രഖ്യാപിച്ച് അവിടെ വെച്ചാണ്. മദീനയിൽ ചെന്നാൽ നിഹായത്തുൽ ഹറം, ഹറമിന്റെ ബൗണ്ടറി എന്ന് കാണാൻ കഴിയും. മദീനയിലെ മീഖാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ബിർ അലി എന്നപ്പെടുന്ന ആ മീഖാത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിഹായത്തുൽ ഹറം, ഇത് ഹറമിന്റെ അവസാനമാണ്. ആ ഹറം മദീനയ്ക്ക് പ്രഖ്യാപിച്ച ഹറമാണ്. മക്കയ്ക്ക് ഒരു ഹറമുണ്ട്. യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം പടയുടെ മക്ക ഹറമായി പ്രഖ്യാപിച്ചു. ഇന്നി ഹറംതുൽ മദീന, മദീന ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് മദീനയിലെ ഒരു ഏട്ടമൃഗത്തെയും നിങ്ങൾ പിടിക്കരുത്, അവിടുത്തെ ചെടികൾ നിങ്ങൾ നശിപ്പിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഹാദാ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ പർവ്വതത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, ഈ പർവ്വതത്തോട് നമുക്കും സ്നേഹമുണ്ട്. ജബലിനെ സ്നേഹിച്ചു നബി തങ്ങൾ. ജബൽ നമ്മളോട് സ്നേഹം, വിശ്വാസിയോട് സ്നേഹമുള്ള പർവ്വതമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കൂടെയുണ്ട്. ഒരു അറാബി കടന്നു വന്നു. ഹബീബായ തങ്ങളുടെ എത്തിയപ്പോൾ അറാബിയോട് ചോദിച്ചു, അയ്യ തുരീദ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇലാ അഹ്ലി, ഞാൻ വീട്ടിലേക്ക് പോകണം. ഹല്ലക ഫീ ഖൈർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈറിന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഒരു ഖൈറിന് ആഗ്രഹമുണ്ടോ ചോദിച്ചു. എന്താണ്? അറാബി വിചാരിച്ചു പൈസ കിട്ടും, ഭക്ഷണം കിട്ടുന്ന വിചാരിക്കുക. തങ്ങൾ ചോദിച്ചു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. വലഅലക ബാഖിഉൻ നഫ്സക അലാ ആരിഹിം. നബിയായ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ എന്ത് തെളിവാണ് ഇവർക്ക് വേണ്ടത് എന്ന് നബി തങ്ങൾ ചിന്തിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അറാബിയെ കണ്ടപ്പോൾ ഹല്ലക ഫീ ഖൈറിൻ, എന്തെങ്കിലും ഖൈർ വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണത്? ഖാല തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എത്ര മനോഹരമാണത്! ഞാൻ പറയാൻ പോകുന്ന ഖൈർ മറ്റൊന്നുമല്ല, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഖാലിഖായ അല്ലാഹു കണ്ണുകളെ കൊണ്ട് ഈ ലോകത്ത് കാണപ്പെടാത്തവൻ, എന്നാൽ സർവചരാചരങ്ങളെയും പടച്ചവൻ, സൃഷ്ടിലോകത്തിന് അതീതമായവൻ, എന്നാൽ തന്റെ ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും റഹ്മത്ത് കൊണ്ടും അവന്റെ സൃഷ്ടികളുടെ കൂടെ നിൽക്കുന്നവൻ, അങ്ങനത്തെ റബ്ബ് ജലാലുവിനെ നീ വിശ്വസിക്കണം. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ ദാസനും അടിമയും അല്ലാഹുവിന്റെ ദൂതനുമാണ് മുഹമ്മദ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്വസിക്കണം. ഇത് നിങ്ങൾക്ക് കഴിയുമോ? അത് നിങ്ങൾക്ക് ഖൈറാൻ, അത് നിങ്ങൾക്ക് ഖൈറാൻ, നിങ്ങൾക്കത് വിശ്വസിക്കണോ? എന്താണ് പറയുന്ന വാക്ക് നോക്കണം. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദാൻ, ഞാൻ അടിമയാണ്, അബ്ദാൻ വ റസൂലുഹു, അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ, അല്ലാഹുവിൻ നിങ്ങൾക്ക് ഇറക്കി തന്ന രാജാവ്. നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാണ്, ഞാൻ ഏറ്റവും വലിയ VIP ആണ്, എന്നെ അങ്ങനെ അംഗീകരിക്കണം. തങ്ങളതല്ല പറയാം, അബ്ദുഹു, ഞാൻ റബ്ബിന്റെ അബ്ദാൻ, ഞാനൊരു ദാസനാണ്, ഞാനൊരു എളിയ അടിമയാണ്. ആ അടിമയായിട്ടും നബിയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? മൻ ഷാഹിദുൻ അലാ മാ തഖൂൽ, മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുന്നതിന് തെളിവുണ്ടോ? ആരാണ് സാക്ഷി? അവിടെ വൃക്ഷം, ഈ വൃക്ഷമാണ് ഇതിന് സാക്ഷി കിടക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയിൽ നിൽക്കുന്ന വൃക്ഷത്തോടരികത്തേക്ക് വരാൻ പറഞ്ഞു. അതാണ് മുസ്ലിം പാടി വരികൾ. ജാഅത്ത് ലി ദഅവതിഹി, ദഅവത്ത് എന്ന് പറഞ്ഞ ദുആ, വിളിക്കുക എന്നാണ്. ദഅ യദഉ, ദഅവത്ത് വിളിക്കുക. അങ്ങനെ വിളിച്ചപ്പോൾ അൽ-അശ്ജാറു സാജിദതൻ, വൃക്ഷങ്ങൾ സുജൂദിൽ കൊണ്ട് വന്നിട്ടില്ലയോ? തംശീ ഇലൈഹി, അവിടുത്തെ അരികത്തേക്ക് കടന്നു വന്നില്ലയോ? അലാ സാഖിൻ, ആ വൃക്ഷത്തിന്റെ തടിയോടുകൂടെ, ബിലാ ഖദ്മി, കാലുമില്ലാതെ വൃക്ഷങ്ങൾ വന്നിട്ടില്ലയോ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം വിളിച്ചപ്പോൾ ആ വൃക്ഷം കടന്നു വന്നു. ഫഅഖ്ബല തഹ്ദുൽ അർഖാ, ഭൂമിയെ കീറിക്കൊണ്ടാട്ടം കടന്നു വന്നു. ജാഅത് ബൈന യദൈഹി, ഇബാദിന്റെ മുമ്പിൽ വന്നു. ഫസ്ഹദഹാ തലാസൻ, ആക്ഷത്തോട് 3 തവണ പറയാൻ പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പുണ്യം ചെയ്ത് ആ വൃക്ഷം എവിടെയോ നമുക്കറിയില്ല. ആ വൃക്ഷം 3 തവണ ഷഹാദത്ത് ചൊല്ലി. ഫശഹിതു അന്നഹു ഖാൽ, അറാബി പറയാണ്, ഈ വൃക്ഷം പറഞ്ഞതുപോലെ ഞാനും സാക്ഷി പറയുകയാണ്. ഈ വൃക്ഷം എന്നിട്ട് തിരിച്ചുപോയി, അതിന്റെ ഉറവിടത്തേക്ക് തന്നെ തിരിച്ചുപോയി. ആ അറാബി പറഞ്ഞു, ഇയുബായിഉനി അസ്ബിഹിം വഇല്ലാ റജഅതു ഇലൈക ഫകുൻതു മഅക്. നബിയേ, ഞാൻ നാട്ടിലേക്ക് പോയാണ്, എന്റെ നാട്ടുകാർ മുഴുവൻ ഞാൻ അങ്ങയെ ക്ഷണിക്കും, അങ്ങയുടെ ദീനിലേക്ക് ക്ഷണിക്കും. അവരെ സ്വീകരിച്ചാൽ അവരെയും കൊണ്ട് ഞാൻ വരും. ഇനി ഞാൻ പറഞ്ഞവരെ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കും, ഞാൻ ഒറ്റയ്ക്ക് നബിയേ, ഫകുൻതു മഅക, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കും, ഒറ്റയ്ക്ക് അങ്ങയുടെ സഹാബിയായി ജീവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാക്ക് കൊടുത്ത് തിരിച്ചു പോകുന്ന ആ ഒരു മനുഷ്യൻ റളിയല്ലാഹു തആല അൻഹു, പേരാണെന്ന് അറിയില്ല. ആ ഒരു അറാബി ഏതാനും സെക്കൻഡുകളാണ് ഹിദായത്തിന് എടുത്തിട്ടുള്ളൂ. ചില ആൾക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് സ്പാർക്ക് ആവും, വളരെ പെട്ടെന്ന് വിളിച്ചു കിടക്കും. ചില ആൾക്ക് ഒരുപാട് സമയം എടുക്കും. അല്ലാഹുവേ, അല്ലാഹുവേ, ഖൽബിനുള്ളിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള മഹബ്ബത്ത് നിറക്കുകയും അവിടത്തെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ കൂടെ കഴിയണമെന്ന് ചോദിച്ചു വാങ്ങിയ സ്വഹാബിയാണ് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലെ ഒരു പെണ്ണിന്റെ ഭർത്താവും ഉപ്പയും മകനുമായിട്ട് കരയാതെ എന്റെ റസൂൽ വഫാത്തായി വദന്തി കേൾക്കുന്നത് ശരിയാണോ? ഇല്ല, റസൂൽ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊന്ന് കാണണം, ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ട. പെങ്ങളെ, യുദ്ധമാണ് ഇവിടെ, അമ്പും വിലുവും കുന്തവും ചിരിപ്പായ യുദ്ധഭൂമിയാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും സംഭവിച്ചില്ല. ഇല്ല, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ സ്വഹാബിമാർ വഴി കാണിച്ചു കൊടുത്തു. അവിടേക്ക് നടന്നു ചെല്ലി ആ ടെന്റിന്റെ കണ്ണ് തിരിയിട്ട് ഹബീബായ തങ്ങൾ ഇരിക്കുന്നതിൽ കണ്ടപ്പോഴാണ് അൻസാരിയായ ഉമ്മ പറഞ്ഞത്, കുല്ലു മുസീബത്തിൻ അദൽ, നബിയേ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറ്റെല്ലാ മുസീബത്തുകളും നിസ്സാരമാണ്. അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് തിരിച്ചു പോരുന്ന അൻസാരിയായ ഉമ്മ, ലാ അർളാ അൻ യുശാക ബിശൗകത്തിൻ, നബിയുടെ കാലിൽ ഒരു മുള്ളു പോലും തറച്ചു നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ റളിയല്ലാഹു അൻഹു. തടവിലാപ്പെട്ടിട്ട് തടങ്കലിൽ തൂക്കിലേറ്റ മഹാനാണ്. അവിടെ ഒരു സുന്നത്ത് മഹാൻ കൊണ്ടുവന്നു. മരണത്തിന്റെ മുമ്പ് തൂക്കുകയർ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന ചര്യ ആദ്യമായി കൊണ്ടുവന്ന ആള് റളിയല്ലാഹു തആല ആണ്. മഹാന്റെ വലിയ അതുമല്ല, ആ നേരത്തെ മഹാൻ ചോദിച്ചൊരു ചോദ്യം, തങ്ങളെ കുത്തി വേദനിപ്പിക്കലാണ് ആഗ്രഹം. സംഭവം
അബൂ സുഫിയാൻ മഹാനവറുകളുള്ളത്. ചോദ്യം, ഖുബൈബേ നിനക്ക് പകരം നിന്റെ നേതാവ് ഈ തൂക്കുകയറിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തൂക്കിക്കൊല്ലുന്നത് ഇഷ്ടമാണോ? ഒരിക്കലില്ല. തൂക്കൊല്ലട്ടെ, ഞാൻ തൂക്കുകയറിന്റെ താഴെ ഒരു മുള്ള ഹബീബിന്റെ കാൽ തറക്കുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞപ്പോഴാണ് തൂക്കിയത്. അതിന് മുമ്പ് 2 നിസ്കരിക്കണം എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞു, എനിക്ക് 2 ദീർഘമായി നിസ്കരിക്കണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കും മരണത്തെ പിടിച്ചിട്ട് ടൈം എടുത്തതാ നിങ്ങൾക്ക് തോന്നും, കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. എന്നിട്ട് പാട്ട് പാടി. ഈ ഒരു ധൈര്യമൊക്കെ ചരിത്രത്തിൽ എവിടെയാണ് കാണുന്നത്? തൂക്കുകയർ മുമ്പിലുള്ളൂ, ശത്രുക്കൾ നിൽക്കും. ഒന്നും ഖുബൈബ് ചെയ്തിട്ടില്ല. ഖുബൈബിന്റെ മടിയിലേക്ക് ബനൂ ഹാരിഥ തറവാട്ടിൽ വീട്ടുകാരില്ലാത്ത നേരത്ത് ഖുബൈബ് ഞങ്ങൾ ഒരു റൂമിലിട്ട് പൂട്ടിയിരുന്നു. എപ്പോഴും അതിൽ തുറന്നപ്പോൾ കുഞ്ഞ് റൂമിലേക്ക് ഖുബൈബിന്റെ മടിയിൽ ഇരുന്ന് കളിക്കുന്നത് വീട്ടുകാരൻ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നു. ആ മുന്തിരി സംബന്ധിച്ച് പറഞ്ഞു, വലിയ 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 മക്കത്തോ ദീനത്തോ ഞങ്ങൾ കണ്ടിട്ടില്ല. വലിയ വണ്ണമുള്ള മുന്തിരി ഖുബൈബിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടു. എന്റെ കുഞ്ഞിന്റെ കയ്യിലും കയ്യിൽ മുന്തിരി ഇല്ല. മക്ക തണുപ്പുള്ള രാജ്യമല്ല, ആലോചിക്കണം. അവിടെ മുന്തിരി വളരാറില്ല. അങ്ങനത്തെ മക്കയിൽ ഖുബൈബ് എന്നവർക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് അത്ഭുതമായിരുന്നു. അത് മഹാൻ ഹറാമായിരുന്നു. പിന്നീട് മനസ്സിലായത് കൊല ചെയ്തു തറവാട്ടിലെ പെണ്ണുങ്ങളെ على أي شق كان لله صعي وذلك في ذات الإله من يشاء يبارك على أوصال شل الممزعي. ഇതൊക്കെ മരിക്കണ നേരത്തെ ആർക്കാ പാടില്ല? മരണം കൺമുമ്പ് കടലിൽക്കുമ്പോൾ പറഞ്ഞ 2 പേരുകളാണ്. ഉലസ്തു ഉബാരി ഹിന ഖതലു മുസ്ലിമ. ഞാനൊരു മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അല ഇഷ്ഖിൻ കാന ലില്ലാഹി സ്വഅി. നിങ്ങൾ എന്നെ മലത്തി കടത്തിയിട്ട് കൊന്നു, കഴുത്തിൽ ചരിച്ചിട്ട് എങ്ങനെ നിങ്ങൾ എന്നെ കൊന്നു, അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ചെയ്യുന്നതിന്റെ മരണം അല്ലാഹുവിന്റെ വഴി പൊരുത്തപ്പെട്ട ജീവിതത്തിലാണെങ്കിൽ എന്റെ മുറിക്കപ്പെടുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പക്കത്ത് ചെയ്യാൻ അല്ലാഹുവിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞ മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. നമുക്ക് കള്ളുടിക്കാനെയും വിഭജനാരെയും കണ്ണു സൂക്ഷിച്ചിട്ട് ജീവിച്ചാൽ മതി. കയ്യും കാലും ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നമല്ല എന്ന് മഹാനും വിളിച്ചു പറയുന്ന ആ കാലഘട്ടത്തെ നമ്മുടെ ഇന്ന് സമകാലിക പരിസരങ്ങളുമായി ചേർത്ത് വെക്കണം. നമുക്ക് എന്ത് പ്രയാസമുണ്ട്, നമുക്ക് എന്ത് ബുദ്ധിമുട്ടാവുള്ളൂ, നമ്മുടെ ടെംപ്റ്റേഷൻ കൺട്രോൾ ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ ഒരു ടെംപ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേണ്ടതുള്ളൂ. അതിന് പോലും നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ നമ്മളൊക്കെ എന്താ എന്താണ് നമ്മൾ പട്ടണം ചെയ്യുന്നത്? വലസ്തു ഉബാലി ഹീന ഉഖതല മുസ്ലിമ അലാ അയ് ശഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ ഫകാന ബൈൻ ഹുവ സനറകഅതൈൻ കുല്ലി മുസ്ലിമിൻ ഖുതില സബ്റാ. തടങ്കലിൽ വെക്കപ്പെട്ട കൊല്ലപ്പെടുന്ന ഓരോ മുസ്ലിമിനും അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ചരിത്രമുള്ള ആളാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ആസിം ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അവരെ മഹാനവർ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ എന്റെ ശരീരം ഒരിക്കലും ശത്രുക്കൾക്ക് പിച്ചിടാൻ കൊടുക്കരുതേ. മഹാനവരുടെ ആ പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. മഹാനവകളെ കൊന്നുകളഞ്ഞു മാത്രം ആ മഹാനവരുടെ ശരീരം വെച്ചവര് അവര് വെട്ടിനുറുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കടന്നിൽ കുത്തിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ആ പരിശുദ്ധമായ ശരീരം അല്ലാഹു എവിടെയോ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ചയായപ്പോൾ സിദ്ദീഖ് ചോദിച്ചു, യൗമിൻ ഹാദാ, ഇന്നതാണ് ദിവസം? യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ചയാണ് ഉപ്പാ, ഇത് തിങ്കളാഴ്ചയാണ്. അപ്പൊ മഗ്രിബ് ആയി കഴിഞ്ഞാൽ ദിവസം ആരംഭിക്കും. മഗ്രിബ് സൂര്യാസ്തം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് എന്നവർ ചോദിക്കുന്നത്, മോളെ ഇതേതാണ് ദിവസം? ഇത് തിങ്കളാഴ്ചയാണ് ഉപ്പാ. ഫഇൻ മിത്തു മിൻ ലൈലതി ഫലാ തൻതദിറു ബി അൽഗദ്. ഇന്നത്തെ രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ജനാസ ചെയ്യാൻ നിങ്ങൾ നാളത്തെ പകലിലേക്ക് കത്തുവെക്കരുത്. ഇന്നത്തെ രാത്രി ഞാൻ വഫാത്താവാണെങ്കിൽ ഇനി പകൽ നഗരം വെളുക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നത്തെ രാത്രി നിങ്ങൾ എന്നെ മറവ് ചെയ്യണേ. എന്റെ രാവുകളിലും പകലുകളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് നേരത്താണോ, എത്രയും നേരത്തെ, അത് രാത്രിയാണെങ്കിൽ രാത്രി, പകലാണെങ്കിൽ പകൽ, എന്റെ റസൂലിന്റെ അടുത്തേക്ക് എനിക്ക് ഏറ്റവും ആദ്യം എത്താൻ കഴിയുന്ന സമയമേതോ ആ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തിങ്കളാഴ്ച തന്നെയാണ് സിദ്ദീഖ് വഫാത്താകുന്നത്. 63 വയസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് 63ാമത്തെ വയസ്സ്. തിങ്കളാഴ്ചയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ 63 വയസ്സാണ്. റൗദയിൽ കിടക്കുന്ന മഹാന്മാർ ഹബീബായ തങ്ങളും അവിടുത്തെ 2 സ്വഹാബയും, 2 പേരും 63. അവരുടെ
വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലാഹു ജമഅഹും ഫിദ്ദുനിയ വൽ ആഖിറ ഇന്നലും ആഖിറത്തിലും അല്ലാഹു ഒരുമിച്ചതുപോലെ. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ബിൻ സാബിത്ത് തങ്ങളുടെ സ്വഹാബിയെ പറയുകയാണ്, സഅദ് ബിൻ റബീഅനെ കാണാനുണ്ടോ എന്ന് നോക്കൂ, സഅദ് ബിൻ റബീഅനെ കാണാനുണ്ടോ എന്ന് നോക്കണേ എന്ന് മഹാനായ സയ്യിദ് ബിൻ സാബിത്ത്. സയ്യിദ് സാബിത്ത് എന്നവർ സ്വഹാബികളുടെ ആലിമാണ്. സ്വഹാബികളുടെ ആലിമല്ലാത്തവരുണ്ട്. സ്വഹാബത്തിലെ ഉലമാഇന്റെ മുൻനിരയിൽപ്പെട്ട മഹാനാണ് സയ്യിദ് ബിൻ സാബിത്ത് തങ്ങൾ. സയ്യിദ് ബിൻ ഹാരിസ് തങ്ങൾ നബി തങ്ങളുടെ പോറ്റുമകൻ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, അവരുടെ സയ്യിദ് ബിൻ സാബിത്ത് എന്നവർ മഹാറുകളെ യുദ്ധത്തിൽ നബി തങ്ങൾ പറഞ്ഞു റബീഅനെ കാണാനുണ്ടോ. ബഹുമാനരായ ഖുറബ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബഹുമാന്യരായ എൻ്റെ സുഹൃത്ത് സുബൈർ ഉദവി അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനം അവരുടെ ഒരു മെസ്സേജ് കൈമാറുണ്ട്. CT അബ്ദുൽ ഖാദർ സാഹിബും അടക്കം പ്രിയപ്പെട്ട നേതാക്കന്മാരോട് അൽഹംദുലില്ലാഹ്. സഅദ് ബിൻ റബീഅ നോക്കണമേ, ഇൻ റഅയ്തഹു ഫഖിഹു മിൻ സലാം. സഅദ് ബിൻ റബീഅനെ കാണുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് സലാം അലൈക യാ സഅദ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറിയിക്കണം. സഅദ് റബീഅ ഒരുപാട് സഅദ്മാരുണ്ട് കേട്ടോ. സഅദ് എന്ന് പറയുമ്പോൾ അങ്ങ് തോന്നി സഅദ് ബിൻ റബീഅ, സഅദ് ബിൻ അബ്ദുൽ, സഅദ് ബിൻ അബി വഖാസ് ഉണ്ട്. അറിയപ്പെട്ട വേറെ ഒരുപാട് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവസാനം സഅദ് ബിൻ റബീഅ മുറിവ് ചേർത്ത് കണ്ടു. 70 ദർബത്തുണ്ടായിരുന്നു, മുറിവിനെ സഹാബിമാർ അദ്ദേഹത്തെ. 70 മുറിവ്, യാ അല്ലാഹ്, എന്തായിരിക്കും ശരീരം? 70 വെട്ടുകൾ കിട്ടിയിട്ടാണ് മഹാനവറുകൾ വഫാത്താകുന്നത് ഉഹദിന്റെ രണാങ്കണത്തിൽ. ഉഹദിലെ ശുഹദാ കിടക്കുന്ന ഒരു കെട്ട് കണ്ടിട്ടില്ലേ മദീന ഉഹദിൽ? അവിടെ എല്ലാവരും വിഐപികളാണ്. ഇപ്പൊ ഓരോ പൊങ്ങണം അല്ലെങ്കിൽ കുറച്ച് പൊക്കണം എന്നൊന്നും പറയാൻ എല്ലാവരും വിഐപികളാണ്. ജന്നൽ മഅല്ലയിലും ബഖയിലും ഒക്കെ വിഐപികളാണ്. കാലഘട്ടം അതൊക്കെ അറിയപ്പെടുന്ന സ്വഹാബികൾ വിഐപിമാർ അറിയുന്ന രീതിയിൽ തന്നെ ഒരു മഖാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇരിക്കട്ടെ, അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകളും വിഐപികൾ ഹബീബിന്റെ സ്വഹാബികളാണ് റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ സയ്യിദ് സാബിത്ത് ഹബീബിന്റെ ഹബീബ് പറഞ്ഞ ചിലരാണ് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, സഅദേ കൈഫ തജിദുക, എങ്ങനെയുണ്ട് എന്ന് ഹബീബ് അങ്ങയോട് ചോദിക്കുന്നു. ഒരു ഐസിയുലോ അങ്ങേയറ്റം എക്സ്ട്രീം കെയറിൽ ഒരു ലെവലിലോ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യൻ ഒന്ന് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്. 70 ജീവൻ ബാക്കിയുണ്ട് നമ്മൾ അറിയണം. അവസാനത്തെ ശ്വാസം പോകുന്നുള്ളൂ. 70ഓളം വെട്ടുകളാണ് അദ്ദേഹം കിടക്കുന്നത്. 70ഓളം ഈ മുറിവുകളും വേദനയിലും മഹാനവറുകൾ അന്ന് ശ്വാസിക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ പുണ്യനബി ചോദിക്കാൻ പറഞ്ഞ ചോദ്യം സയ്യിദ് ബിൻ സാബിത്ത് എന്നവർ ചോദിച്ചു, കൈഫ തജിദുക യാ സഅദ്, സഅദേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്രിഉ അലൈക അസ്സലാം, സഅദേ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് അസ്സലാമു അലൈക യാ സഅദ് എന്ന് അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിലെങ്ങനെ ഒരു ഉന്മേഷം വന്നു, ഒരു എനർജി വന്നു. യാ അല്ലാഹ്, വഅലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാം. ഈ വാക്ക് പറഞ്ഞു, അതാണ് അത്ഭുതം. എന്റെ റസൂലിന് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ഖുല്ലഹു, അവിടത്തോട് പറയണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അജിദു റീഹൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുന്നുണ്ട് നബിയേ എന്ന് എന്റെ റസൂലിനോട് പോയി പറഞ്ഞു കൊടുക്കണേ. സയ്യിദേ, ഞാൻ സ്വർഗ്ഗം മണക്കുന്നുണ്ട്. വഖുല്ലി ഖൗലി സാർ, എന്റെ നാട്ടുകാരായ മദീനയിലെ കർഷകരായ മദീനക്കാരായ മദീനയുടെ സ്വന്തം നാട്ടുകാർ അന്നുകൂടിയവർ അല്ലെങ്കിൽ മദീനയിൽ താമസമാക്കിയവർ അവരാണ് മുഹാജിറുകൾ. പക്ഷെ മദീനക്കാരായ ആരാണോ തൊലഅൽ ബദ്റു ചൊല്ലി ഹബീബിനെ സ്വീകരിച്ചത്, ആരാണോ മദീനയെ ഹബീബിന് വേണ്ടി ഒരുക്കിച്ച നാട്ടുകാരായ അൻസാരികളോട് സഅദ് റബീഅയുടെ നാട്ടുകാരോട് പറയണേ, എന്റെ ഖൗമിനോട് അൻസാരികളോട് പറയണേ, ലാ ഉദ്റകും ഇൻദല്ലാഹ് യുഖ്ലസു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു പോറലേറ്റാൽ, എന്തെങ്കിലും ഒരു മുറിവ് ഹബീബിന് യുദ്ധത്തിൽ സംഭവിച്ചാൽ അൻസാരികളെ അല്ലാഹുവിന്റെ മുന്നിൽ എക്സ്ക്യൂസും പറയാനുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഹബീബിനെ നോക്കണേ, ഹബീബിനെ നോക്കണേ. ഹബീബിനെ പോലെ ഒരു പോലെ വന്നാൽ അല്ലാഹു നിങ്ങളോട് എന്റെ ഹബീബിനെ നിങ്ങളുടെ കൈകളിൽ ഞാൻ തന്നിട്ട് നിങ്ങൾ എന്തേ ശത്രുക്ക് വിട്ടുകൊടുത്തത് എന്ന് അല്ലാഹു ചോദിച്ചാൽ അൻസാരികളെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്റെ അൻസാരികളോട് നാട്ടുകാരോട് പറയണേ, എന്റെ റസൂലിനൊന്നും പറ്റരുത് എന്ന് പറഞ്ഞ സ്വഹാബിയാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. എപ്പോഴാണ് ഈ പറയുന്നത്? എപ്പോഴാണ് അതിനെ ആലോചിച്ചു? സ്വർഗ്ഗത്തിന്റെ വാസന ഞാൻ അനുഭവിക്കുന്നുണ്ട്. പോവാൻ
എന്റെ റസൂലിനൊന്നും പറ്റരുതോ, എന്റെ ഹബീബിനെ നോക്കണേ. സ്വന്തം കുടുംബ മക്കളൊന്നുമല്ല അവിടെ, ഹബീബിനെ നോക്കണേ. ഈ ഹബീബിനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ, ഒരു എക്സ്ക്യൂസും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കൊണ്ട് സൂക്ഷിക്കണേ എന്ന് ലോകത്തോട് വിട പറയുമ്പോൾ സ്വഹാബിമാർക്ക് വാക്കുകൊടുത്ത് താക്കീത് ചെയ്തു പോയ മഹാനായ സ്വഹാബി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീഅ, സ്വഹാബിമാരെ ഹബ്ബ് വെക്കുകയാണ്, അവരെ നമ്മൾ സ്നേഹിക്കുകയാണ്. ആ ഹബ്ബ് ഹബീബിലേക്ക് എത്താനുള്ള വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനോട് ശരിയായ ഹബ്ബ് ഖൽബിലുള്ളവരെ അല്ലാഹു ഉൾപ്പെടുത്തി. ശരിയായ ഹബ്ബ് എന്ന് പറയുന്നത് ഹബീബിന്റെ അലുബൈത്ത്, അവരുടെ അസ്വാജ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരോടൊക്കെ നമുക്ക് സ്നേഹം വേണം. അവരെ സ്നേഹിക്കുമ്പോഴേ ഹബ്ബാവുള്ളൂ, അവരെ സ്നേഹിക്കുമ്പോഴേ ഹബ്ബാവുള്ളൂ. അപ്പോൾ ചർച്ചകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. സ്വഹാബിമാരും താബിഈങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചതും അതിനുവേണ്ടി ആഗ്രഹിച്ചതും അതിനുവേണ്ടി കഴിഞ്ഞതും نسينا في ذاتك كل غالي فأنت اليوم أغلى ما لدينا പുണ്യ നബിയെ ലാമ അലാ മുഹബ്ബത്തിക്കും വൈഫി ലനാ ശറഫൻ ലാമ അലൈനാ. അങ്ങയോട് സ്നേഹമുണ്ട് എന്നതിന്റെ പേരിൽ ഞങ്ങളെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആക്ഷേപിക്കട്ടെ അല്ലേ. മൗലിദ് പാരായണം ചെയ്യുകയും മൗലിദ് ആചരിക്കുകയും ചെയ്യുന്നു എന്ന പേര് ആഘോഷം, എന്താ അതിൽ നടക്കാൻ പോകുന്നത്? പുണ്യ നബിയെ അവരെ സ്നേഹിക്കുന്നത്, അങ്ങനെയാണ് അവരങ്ങനെ പറയട്ടെ, അത്രയേ ഉള്ളൂ. ഹബീബിനെ സ്നേഹിക്കുന്നു നല്ലേ വിചാരിക്കുന്നുള്ളൂ, അത് പ്രശ്നമല്ല, പറയട്ടെ. എത്ര മനോഹരമാണ്. നസീനാ ഫീ വിദാദിക കുല്ല ഗാലിൻ فأنت اليوم أغلى ما لدينا. അങ്ങയുടെ വിഷയത്തിൽ എല്ലാ വിലപിടിപ്പുള്ളതും ഞങ്ങൾ മറന്നുപോയി, എല്ലാ വിലപിടിപ്പുള്ളതും മറന്നുപോയി. ഹബീബേ, ഞങ്ങളുടെ അവദാനങ്ങൾ വലിയ വാഹനമുള്ള ആളുകളാണ്, പക്ഷേ ആ ജാഥയിൽ കൊച്ചുമക്കളോടുകൂടെ നടക്കുകയാണ്, ചേർപ്പിട്ട് നടക്കുകയാണ്. ഒന്നും വിഷയമല്ല. ചൂണ്ട്, പുകയുണ്ട്, പൊടിയുണ്ട്, അതൊന്നും വിഷയമല്ല. നബിയെ, അങ്ങയുടെ ഹബ്ബ് ഞങ്ങളെല്ലാം മറക്കുകയാണ്. ഹബീബേ, അങ്ങയെ നമ്മൾ അതിർത്തി സ്നേഹിക്കുന്നു, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നതിലല്ലേ ആക്ഷേപം. ഞങ്ങൾക്ക് അഭിമാനമാണ് നബിയെ. അങ്ങയെ ഒരു നോക്ക് കാണും എന്ന് മനസ്സ് പറഞ്ഞ് തേങ്ങിപ്പിടയുകയാണ്. നമ്മളെങ്ങാനും അങ്ങയെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ആ രംഗം എന്ന് ഹബീബിനോട് പറയുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ഭൗതികമായ ആനന്ദങ്ങൾ മുഴുകി നടക്കുമ്പോൾ ഹബീബേ, അങ്ങയെ കാണാത്ത ലോകത്തെ എന്ത് ആനന്ദമാണ്, അങ്ങയെ കാണാൻ കൊതിക്കുകയാണ് നബിയെ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഔലാ അസ്വാജുഹു ഉമ്മഹാതുഹും. ഓരോരുത്തരോടും അവരവരെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ പോലും നമ്മളോട് കടപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലാണ്, അവിടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബിനോട് കടപ്പെട്ടിരിക്കാൻ കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തും വിശ്വാസികളുടെ ഉമ്മമാരാണ്. നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ് സൈനബ് റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ് സൗദ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇവരൊക്കെ ഹബീബിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. മിൻ ഉസൂൽ അഹ്ലി സുന്നത്തി വൽ ജമാഅ അന്നഹും യുഹിബ്ബൂന അഹ്ല ബൈത്ത് റസൂലില്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അസൂൽപ്പെട്ടതാണ്, ഉസൂലാണ്, അതിന്റെ അടിസ്ഥാന നിയമമാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്ത് പറയുകയാണെങ്കിൽ ഹബീബ് അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. പറഞ്ഞത് മൗലിദും പാരായണങ്ങളും വേണ്ട എന്ന് പറയുന്ന നേതാവായി നടക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. മിൻ ഉസൂലി അഹ്ലി സുന്ന വൽ ജമാഅ യുഹിബ്ബൂന അഹ്ല ബൈത്ത് റസൂലില്ലാഹ് വയതവല്ലൂനഹും വയഹ്ഫദൂന ഫീഹിം വസിയതഹു റസൂലില്ലാഹ്. ഹബീബായ തങ്ങളുടെ വസിയത്തുണ്ട് അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ. തങ്ങൾ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തലമുറക്കാരായ ഹബീബിന്റെ ചോര, ഹബീബിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഒരു അംശം എന്ന് പറയാവുന്നത് ശരീരത്തിന്റെ അകത്ത് കിടക്കുന്നവരാണ് സയ്യിദന്മാർ, തങ്ങന്മാർ. നമ്മൾ സയ്യിദന്മാരെ സ്നേഹിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം. നമ്മൾ അങ്ങനെയാണ് ദീൻ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്ത് തന്നെ തലകുത്തി മറിഞ്ഞാലും ഒരു തങ്ങളോടൊപ്പം എത്താറില്ല. അവരെന്തെങ്കിലും തെറ്റ് അവരെ സംഭവിച്ചുകൊണ്ടുണ്ടോ, അത് അവരും പടച്ചോനും തമ്മിൽ തീരുമാനമായി അള്ളാഹ് പുറത്തു കൊടുക്കും. നമുക്കവരെ കാണാൻ പറ്റുമോ? ഒരു ആലിമിന് പോലും ജീവിതകാലം മുഴുവൻ സുജൂദിൽ കടന്നാൽ ഒരു തങ്ങളുടെ പദവിക്ക് എത്താൻ കഴിയില്ല. എന്തേ? അത് നസബ മുഖേന കിട്ടുന്നൊരു പദവിയാണ്. അത് ഈ ഉമ്മത്ത് ഹബീബായ തങ്ങളോട് കാണിക്കുന്ന സ്നേഹം അവരിലൂടെയാണ് കാണിക്കുന്നത്.
ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ വളരെ കരുതലോടെ പറയുകയും എഴുതുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. പറഞ്ഞു തരണം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ്. ആ തെറ്റ് അവരും പടച്ചവനും തമ്മിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത്, പക്ഷേ ആ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഞാൻ ആ മനുഷ്യനെ ആക്ഷേപിക്കുകയും ആ സയ്യിദിന് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്ത് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പടിക്കൂട്ടിൽ വരുമ്പോൾ എന്തിനെ അഹ്ലിനെ നീ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തി കൊടുക്കുക. അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്, അത് അദബിലും സ്നേഹത്തിലും അർഹിക്കുന്ന മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് ദീനിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. എന്ന് പറയുന്ന ഒരു കുളത്തിന്റെ ഹജ്ജത്തിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുളത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തൊരു ഹദീസ് ഇങ്ങനെയാണ്, ഉദക്കിറുക്കുല്ലാഹ ഫീ അഹ്ലി ബൈതി, എൻ്റെ ബൈത്തിന്റെ വിഷയത്തിൽ ഞാൻ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. സയ്യിദന്മാർ ആരായിക്കോട്ടെ, ഏത് ഖബീലയായിക്കോട്ടെ, സയ്യിദ് ആ സയ്യിദന്മാർ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഉദക്കിറുക്കുല്ലാഹ്, ഞാൻ ഓർമ്മിക്കുന്ന അല്ലാഹുവിനെയാണ്. എൻ്റെ മകൾ ഫാത്തിമ ബീവിയോട് കടന്നു വന്ന മക്കൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ പെൺകുട്ടികൾ നിങ്ങളുടെ പെൺകുട്ടികളെ പോലെയല്ല, എൻ്റെ പെൺകുട്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു പിന്നിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. അത് നിങ്ങളുടെ മക്കളെ പോലെ ആണും പെണ്ണിനുള്ള വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ ചോര തന്നെയാണ്. എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ അല്ലാഹു വിചാരിച്ച് സൂക്ഷിക്കണമേ. മഹാനായ അബ്ബാസ് എന്ന വ്യക്തിയാണ്. അന്ന് ബനു ഹാഷിം ഗോത്രത്തോട് കുറച്ച് ദേഷ്യമുള്ള വിഭാഗം ആളുകൾ, സുബ്ഹാനല്ലാഹ്, അന്നത്തെ കാലത്ത് മദീനയിലായിരുന്നു. ബനു ഹാഷിം ഗോത്രത്തോട് ദേഷ്യം, അത് ഹബീബിന്റെ ഖബീലയാണ്. ആ ഖബീലയുടെ ഒരു ദേഷ്യം അതിങ്ങനെ ഉണ്ടായിരിക്കും. പറഞ്ഞു, വല്ലദീന ഫീ ലാ യുമിനൂൻ ഹത്താ യുഹിബ്ബുഹും ലില്ലാഹി വലിറാബതി. അബ്ബാസേ, നിങ്ങൾ പോയി പറഞ്ഞു, അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ തന്നെ ഇന്നുണ്ടല്ലോ, ഇന്നും അങ്ങനെ ഫിറ്റുണ്ട്. സയ്യിദന്മാരുടെ മാത്രം അറ്റാക്ക് ചെയ്യുക, സയ്യിദന്മാരുടെ കുറ്റം കൊണ്ടോ നോക്കിയിരിക്കുന്ന ഈ ചങ്ങാതിക്ക് അറിയോ അവരവസ്ഥയിലാണ് നാളെ അവന്റെ നാളത്തെ ഹിസാബ് അവനറിയോ? അവരൊക്കെ പോസ്റ്റ് ചെയ്ത് വിട്ടു എന്ന് വിചാരിക്കും. തങ്ങളോ അള്ളാഹും തമ്മിലുള്ള വിഷയം അള്ളാഹുവിനോട് ഒരു കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കൂലേ? ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും കയറിയിരുന്ന് എഴുതുന്ന ഈ ചങ്ങാതി അറിയുമോ ഇവൻ ഇങ്ങനത്തെ ഒരു വിചാരണയെല്ലാം പോകുന്നത്? ഇത് ഗീബത്ത് മാത്രമല്ല കയ്യിലും, അല്ലേ? വിദ്വേഷവും ഉമ്മത്തിലുണ്ടാക്കുന്ന ആളുകളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? കുറ്റം പറയാ, അല്ലേ? ഏതെങ്കിലും കുറ്റം മാത്രം ഹൈലൈറ്റ് ചെയ്ത് നോക്കിക്കാണാം. ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് വലുതാക്കി വലുതാക്കി ഊതി വീർപ്പിച്ച് സ്വന്തം ശരീരത്തിലേക്കൊന്ന് ചൂണ്ടി നോക്കി എന്നിട്ട് ആലിമീങ്ങളൊക്കെ പാക്കാട് സയ്യിദന്മാരടക്കം നമ്മുടെ സാദാത്യങ്ങളടക്കം ഉസ്താദുമാരടക്കം കുതിര കയറാൻ പോരുന്ന ആളുകൾ ആരാന്നറിയോ? അങ്ങാടി നിലവാരം പോലും കാണിക്കാത്ത സംസ്കാരമുള്ള ആളുകൾ. അവർ മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് എഴുതണ്ട. വേറെ രാഷ്ട്രീയ പണിക്ക് വേറെ എന്തെങ്കിലും കച്ചവടങ്ങൾ നിങ്ങൾ ചെയ്തോ? ദീനിന്റെ ലേബൽ ഇത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന പണി തെറ്റാണ്, അതിനോട് ഒരിക്കലും കഴിയില്ല. ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരും അല്ലാഹു നമ്മൾ തൗബ ചെയ്ത് മടങ്ങട്ടെ. ഹൈലൈറ്റ് ചെയ്യുന്ന ലോകത്ത് മനുഷ്യന്മാർ തെറ്റ് ചെയ്യാത്തവരുണ്ടോ? തെറ്റ് സംഭവിക്കൂലേ? അഹ്ലു ബൈത്തിനെ തൊട്ട് കളിക്കരുത്, അത് തീക്കളിയാണ്. ഉദക്കിറുക്കും അല്ലാഹു ഫീ അഹ്ലി ബൈതി, തങ്ങൾ പറഞ്ഞ വാക്കതാ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ, എൻ്റെ അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാനെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, വേറൊന്നും കൂടെ ഭീഷണിപ്പെടുത്തല്ല. അള്ളാഹ് കാണുന്നുണ്ട്, എൻ്റെ അഹ്ലു ബൈത്തിനെ അള്ളാനെ വിചാരിച്ച് നിങ്ങൾ ബഹുമാനിക്കണമേ. എന്നിട്ട് പറഞ്ഞു, അബ്ബാസേ, നമ്മളോട് ദേഷ്യമുള്ള വിഭാഗല്ലേ ഹാഷിമികളോട് ദേഷ്യമുള്ളവർ, അവരോട് ചെന്ന് പറയണം, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂൻ, അവരൊക്കെ മുസ്ലിമുകളും അമ്മന്റെ ആളുകളുമാണ് നിലവിൽ ജീവിക്കുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കും അബ്ബാസ് എന്നവരെ, ലാ യുമിനൂൻ, അവർ വിശ്വാസികളല്ല. ഹത്താ യുഹിബ്ബുകും ലില്ലാഹി വലിഖറാബതി, അള്ളാഹ് വിചാരിച്ചു ഞാൻ ഈ കുടുംബത്തിൽ വന്ന ആളാണെന്ന് എൻ്റെ അടിമയും വിചാരിച്ചുകൊണ്ട് ബനൂ ഹാഷിമുകൾ അവരെ സ്നേഹിക്കാത്ത കാലത്തോളം അവർ മുഅ്മിനുകളല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് മക്കക്കാർക്ക് അന്ന് അവിടുത്തെ മുസ്ലിമീങ്ങളിലെ ചില 110 ഞങ്ങൾ കൊടുത്ത മറുപടിയാണ്. നിങ്ങൾക്ക് ഈമാൻ ശരിയാവില്ല. എങ്ങനെ? ഞാനുമായി ബന്ധമുള്ള ഒരു കുടുംബത്തെ അല്ലേ നിങ്ങൾ മേക്കെട്ട് കയറുന്നത്? എൻ്റെ കുടുംബ ബന്ധം നിങ്ങൾ മാനിച്ചില്ലല്ലോ. എൻ്റെ കുടുംബ ബന്ധം മാനിക്കുകയും അള്ളാഹുവിനെ മാനിക്കുകയും ചെയ്ത് ബനൂ ഹാഷിമിനോട് നിങ്ങളുടെ മനസ്സിലെ വെറുപ്പ് നിങ്ങൾ എടുത്തു കളയാൻ നിങ്ങളുടെ ഈമാൻ ശരിയാവില്ലെന്ന് അബ്ബാസ് പറഞ്ഞു കൊടുക്കൂ. മുഫസ്സിൽ ഖുർആൻ ഇബ്നു അബ്ബാസിന്റെ വാപ്പയാണ്, ഹബീബായയുടെ അളപ്പയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇത് അസുഖമാണ്, ഇത് അസുഖമാണ്. ഇത് പിടികൂടിയ ആളുകൾ നിങ്ങൾ എന്ത് പേരിട്ടാൻ പറ്റില്ല, അവർ ശൈത്താന്റെ ആളുകളാണ്. ഇത് പിശാചിന്റെ പണിയാണ്. ഉമ്മത്ത് ഫിതന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കയറിയിട്ട് തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇരുന്നിട്ട് ചിരിക്കുക, ന്യൂസുകളും ന്യൂസ് കട്ടുകളും പേപ്പറുകളും വോയിസുകളും കൊണ്ടുവന്നിട്ട് അലിമികളുടെയും അതിൽ ലൈക്ക് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഇസ്ലാമിന്റെ പേരും സമസ്തയുടെ പേരും ദീനിന്റെ പേരും എന്തിനാണ് പ്രവർത്തിക്കുന്നത്?
നിങ്ങൾ പ്രവർത്തി ഏതെങ്കിലും വേറെ പാർട്ടിയുടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ലേബർ അഹ്സനല്ലേ? ഒരു സയ്യിദിനെ കുറ്റം പറയാൻ പാടില്ല. അവർ എന്താ ചെയ്യട്ടെ, നിങ്ങൾ സ്വകാര്യമായിട്ട് ഉപേക്ഷിക്കാം. നിങ്ങളാ ഇവിടുത്തെ കോടതിയോ? നിങ്ങളാണോ അള്ളാഹുവിന്റെ പണിയെടുത്തത്? നിങ്ങളാണോ അള്ളാഹിന്റെ പണിയേറ്റെടുത്തിട്ടുള്ളത്? ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? നമ്മൾ മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ കൈ നിൽക്കുന്ന ആൾക്കാരാ. എഴുതുന്നവരും നിൽക്കുന്നവരും ലൈക്ക് പറയുന്നവരും ഫോർവേഡ് അടിക്കുന്നവരും അള്ളാഹിന്റെ മുമ്പിൽ കൈ നിൽക്കേണ്ടി വരും. ഹബീബായ തങ്ങൾ 2 കാര്യം നമ്മുടെ കയ്യിൽ തന്നിട്ടാ പോയത്. ഒന്ന് കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ. പിന്നെ പറഞ്ഞു വഖറാബതി, എന്റെ കുടുംബം സയ്യിദന്മാർ. അതുകൊണ്ട് എന്ത് മേന്മ വെച്ച് പറഞ്ഞാലും ഒരു സയ്യിദിന്റെ ഗുണത്തോളം ഒരാൾക്കും ഒരു പണ്ഡിതൻ ലോകത്തെ എത്താൻ കഴിയില്ല. അവരുടെ തറവാട് ഹബീബിലേക്ക് എത്തുന്ന തറവാടാണ്. തൊട്ട് കളിയണ്ട. ചെയ്തു പോയ സർവമാന വാക്കുകൾക്കും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞോളി. ജനങ്ങളോട് മാപ്പ് പറയണം. നിങ്ങൾ സ്വകാര്യമായിട്ടോ പറഞ്ഞത് അള്ളാഹിനോട് സ്വകാര്യമായി ചെയ്തോ? നിങ്ങൾ പരസ്യമായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എഴുതിയിട്ട് വീട്ട് വിട്ടിട്ടുണ്ടോ? ആ മുഴുവൻ ചാനലും ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് പറയണം. അപ്പോഴേ അള്ളാഹ് പുറത്തേരുള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞ മുഴുവൻ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എത്തിത്തെത്തണം. അത് നിങ്ങൾ ചെയ്യായോ? ഈ പണി നിർത്തിയേക്കണം. ദയവചെയ്തിട്ട് ഉമ്മത്തിൽ ഒരു പഠനം നടക്കുന്നില്ല, ഒരു ഗവേഷണം നടക്കുന്നില്ല, ഇബാദത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ല. 4 ആളുകൾക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയോ? എന്താ ഈ സംഘടന? എന്റെ പേരിൽ സംഘടന ഇബാദത്ത് ചെയ്യാൻ, സംഘടന വേണം നമുക്ക് സ്വലാത്തു ചൊല്ലാൻ, സംഘടന വേണം നമുക്ക് മദ്രസയും ഇൽമും കിട്ടാനുണ്ട്. ഇപ്പൊ എന്തിനായി സംഘടന? ഞാൻ എന്ന ഭാവത്തിന് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കാട്ടുന്നത്? ഇത് ദീനല്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റി വെച്ചിട്ടാണോ നമ്മുടെ സംഘടന? അള്ളാഹും റസൂൽ പറഞ്ഞ പോലെ ജീവിക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ലേ നമ്മുടെ സംഘടന? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഏറ്റവും പ്രാമുഖ്യമുള്ള മാറ്റി കേൾക്കണ്ട, ഹദീസ് ഇബത്നിയത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകൾ ശരിയല്ല. പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും പറയാൻ പാടില്ല, ആക്ഷേപിക്കരുത്, മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പോലും നിങ്ങൾക്ക് ചെവിയില്ല. എന്തിനാ ദീന്റെ പേരിൽ എഴുതണം? നിങ്ങൾ ദീനാണോ ഈ ചെയ്യുന്നത്? അതുകൊണ്ട് വേദന കൊണ്ട് പറയാൻ, ഏതൊക്കെ ആവേശപൂണ്ട് കിടക്കുന്ന ആളുകൾ, രാഷ്ട്രീയ ലക്ഷ്യമാകട്ടെ, സംഘടനാപരമായ ലക്ഷ്യമാകട്ടെ, എന്തോ ആകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദോ ഹബീബിന്റെ മദ്ഹോ പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അഹ്ലു ബൈത്തിനെ വെറുതെ വിട്ടേക്കണം. എന്താ നിങ്ങൾ തോന്നല്? അഹ്ലു ബൈത്തിനെ വെറുതെ വിടാതെ മൗലൂദ് ഓതിയ കാര്യമില്ല. ആരെ ബോധിപ്പിക്കാനാ? കളിയാക്കുകയാണോ നിങ്ങൾ? ഇവിടെ നഷ്റക്കൽ ബദ്റു അലി എന്ന് പറയാ മാറി നിന്നിട്ട് പാലക്കാട് സൈദവറുകളെയും ജില്ലങ്ങളെയും മറ്റു സൈദമായും നിങ്ങൾ കൂട്ടം പറയില്ലേ? ഇതെന്ത് മൗലിദ? ഇതാണോ മൗലിദ്? ഇത് മൗലിദ് അല്ല. മഹബത്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മഹബത്തിനാണ്. നിങ്ങളുടെ എഴുത്തിലും മനസ്സിലും വായനയിൽ പ്രവൃത്തിയിലും ഇതില്ല കാലത്തോളം ഈ ചട്ടം കെട്ടി നടക്കരുത്. അള്ളാഹുവിനെ പറയാൻ അതുകൊണ്ട് മഹബത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ അഹ്ലുബൈത്താണ്, അവിടുത്തെ അസ്വാജുകളാണ്. എത്ര കാലം കേട്ട സംഭവങ്ങളാണ് എപ്പോഴും പോയത്. അതുകൊണ്ട് തിരുത്തണം. അവനവന്റെ കാര്യം മാത്രം നോക്കിക്കോ. നിന്റെ ഖബറിലേക്ക് നീയാണ് പോകുന്നത്. നാട്ടുകാരാണ് നീ നോക്കണ്ട, ആലിമീങ്ങളുടെ പിന്നാലെ നീ പോവണ്ട. നിങ്ങളെങ്ങാനും ഒരു മുസ്ലിമായ മനുഷ്യന്റെ രഹസ്യം അന്വേഷിക്കാൻ പിന്നാലെ പോയാൽ, ക്യാമറ പിടിച്ചു പോയാൽ, രഹസ്യമായ റെക്കോർഡിംഗ് കയ്യിൽ വെച്ച് പോയാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ രഹസ്യം ചോർത്താൻ നിങ്ങൾ പിന്നാലെ നടന്നാൽ, നിങ്ങളുടെ പിന്നാലെ നടന്ന് അല്ലാഹു നിങ്ങളുടെ രഹസ്യം ചോർത്തുകയും നിങ്ങളുടെ വീടിന്റെ നടുക്കത്തിൽ വെച്ച് നിങ്ങൾ അല്ലാഹു നാണ്ടെടുക്കുകയും ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പോരെ നിങ്ങൾക്ക്? അതുകൊണ്ട് നിർത്തണം. ഇപ്പോൾ നിർത്തണം. പിന്നെ ഉണ്ടാകുന്ന നിർത്തിക്കോ. ഒരു സംഗതിയും ഇല്ല. എന്നിട്ടാണ് ദീനിന് വേണ്ടി വാദിക്കുന്നത്, സമസ്തയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. നിർത്തിക്കോ. ദയവ് ചെയ്ത് അള്ളാഹുവിനെ പേടിച്ചോളി, അള്ളാഹിനെ പേടിച്ചോളി, അള്ളാഹുവിനെ പേടിച്ചോളി. ഇത്രയും പറയാനുള്ള വിഷയത്തിൽ മഹബ്ബത്തു റസൂൽ എന്നത് ഖിൽവത്തിനോടുള്ള സ്നേഹം ഉണ്ടായിട്ട് മാത്രം മതി. അതില്ലാതെ നിങ്ങൾ അള്ളാഹു കാണിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിൽ പിന്നിപ്പുണ്ടാക്കുന്ന ഷർറിൽ നിന്ന് അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ സമസ്തക്ക് പുറത്ത് ഇത് പിടിച്ചടക്കാണ് കയ്യിൽ, പുറത്താക്കാനുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ, അതാക്കാനൊന്നുമില്ല കയ്യിൽ, പുറത്താക്കാനുള്ള സർട്ടിഫിക്കറ്റ് പോലെ അടിച്ചിട്ടുണ്ട്. പക്ഷേ പറയേണ്ടത് പറഞ്ഞു പറ്റും, സഹിക്കിട്ട് പറയാം, ഏതിനോട് പറയാൻ, കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് പറയാം. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്, നല്ല പറഞ്ഞുകൊടുക്കലാണ്. അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് നിങ്ങൾ എന്നെയല്ല അനുസരിക്കുന്നത്, നിങ്ങൾ അനുസരിക്കുന്ന അല്ലാഹുവിനെയും റസൂലിനെയും. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞ കാര്യം പറയുന്നുള്ളൂ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അതുകൊണ്ട് ആ അനുസരണം അല്ലാഹുവും റസൂലുമാണ്. അതുകൊണ്ട് ഒന്ന് കൊമ്പ് താഴ്ത്തുക. ഇബ്ലീസ് കൂടിയ ഫലഖ് ചൊല്ലിയിട്ട് ഇറക്കിവിട്, അദ്ദേഹത്തിന് ഇറക്കിവിട്. ഇറങ്ങിപ്പോട്ടെ. അല്ലാഹുവിന്റെ ഉമ്മത്തിനെ കാക്കട്ടെ, അല്ലാഹുവിന്റെ ഉമ്മത്തിനെ കാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ബഹുമാനരായ ഖുർത്തുബ സുബൈർ അവർ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ഖുർത്തുബ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം കിഷൻഗഞ്ച് കേന്ദ്രീകരിച്ച് അതൊന്നും കിട്ടിയ ബിസ്മില്ലാ എൻ്റെ നേരെ സീനിയർ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനാണ് സുബൈർ ഹുദവി. ഖുർത്തുബ സുബൈർ ഹുദവി അങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ്. ഖുർത്തുബയാണ് ഇസ്ലാമിൻ്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയം. നമ്മൾ നോക്കണം, ഇങ്ങനെയൊക്കെ ഫിത്ന നടക്കുമ്പോഴും ഇൽമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഭയങ്കര സങ്കടമായി. ഫിത്ന നടക്കുകയും മുടക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആൾ ഒരു മദ്രസ പോലും ഉണ്ടാക്കണില്ല, ഒക്കെ തകർക്കാനേ നോക്കുന്നുള്ളൂ. ഒരു മദ്രസ പോലും ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സമയമില്ല. ഉള്ളത് പൊളിക്കണ്ടേ? മഹാനവറുകൾ ചെയ്തുകൊണ്ടിരുന്ന ത്യാഗം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ കേരളത്തിലല്ല, അങ്ങ് ബിഹാറിൽ
വലിയ പ്രതിസന്ധിക്കുള്ളിൽ ഒരു നാടിനെ അല്ല, ഒരു സമൂഹത്തെ, അവിടുത്തെ ഒരു സമുദായത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നിയോഗിച്ച ഒരു നിയോഗം എന്ന് ഞാൻ പറയാൻ. ബഹുമാന്യരായ സുബൈർ ഉസ്താദ്, അദ്ദേഹം PhD ഹോൾഡറാണ്, ഡോക്ടറേറ്റ് ബിരുദമുള്ള ആളാണ്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളാണ്. എത്രയോ നല്ല ജോലി, നല്ല ഹൈ സാലറി കിട്ടാൻ യോഗ്യതയും എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളാണ്. പക്ഷേ നമ്മുടെ ദീനിൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുക. നിങ്ങളുടെ മുമ്പിൽ അവർ വന്നത് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്താൻ. അതുകൊണ്ട് ഇതിന്റെ ശാക്തീകരണത്തിന്റെ ഭാഗമായി സഖാത്തുഫ് എന്ന് പറയുന്ന ഷോൾഡർ വിത്ത് ഫോർ ഖുർത്തുബ എന്ന ഒരു ആപ്പിന് ലോഞ്ച് നടക്കുന്നുണ്ട്. അത് 25,000 മുതൽ 50,000 ആളുകളിലേക്ക് സന്ദേശം എത്തിക്കണം എന്ന ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതി ഏറ്റെടുക്കുകയും വിജ്ഞാനത്തിന്റെ പ്രസരണത്തിന് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ സമയവും അവരുടെ നാടും കുടുംബവും ഒക്കെ മാറ്റിവെച്ച് നടത്തുന്ന വലിയൊരു ത്യാഗത്തിൽ എന്തെങ്കിലും സാമ്പത്തികവും ശാരീരികവും മാനസികവും പ്രാർത്ഥനാപരവുമായുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണമെന്ന് അള്ളാഹുവിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. അതിന്റെ ലോഞ്ച് വീഡിയോ ഉണ്ടോ? വീഡിയോ എന്തോ സ്ക്രീനിൽ വരാനുണ്ടോ? ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഹദീസ് വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يؤمن أحدكم حتى أكون أحب إليه من والده ولده والناس أجمعين. من حديث هذا لا تقول قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് വരെ ഈമാൻ പരിപൂർണമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ വഹി നബിതങ്ങൾ നമ്മളോട് പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് അള്ളാഹു പറയാൻ തങ്ങളെ ഇത് പറയണം, തങ്ങളുടെ ആവശ്യം, തങ്ങളുടെ മനസ്സ് അവിടുത്തെ സ്ഥാനം അള്ളാഹു ഹബീബിനെ അറിയിച്ചു കൊടുക്കുന്നത് നമ്മളിലേക്ക് അയച്ചു തരാണ്. ലാ യുമിനു അഹദുക്കും, ചൊല്ലിക്കോളൂ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. സ്ക്രീനിലുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഒരു ഹദീസ് പഠിക്കുക എന്നുള്ള കഴിഞ്ഞ റബീഉൽ അവ്വൽ മുതൽ തുടങ്ങിയതാണ്. ഒരു ഹദീസ് അബീ ഹുറൈറ أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. متفق عليه. متفق عليه എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. ഒത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. ഹദീസ് that is agreed upon എന്ന് പറഞ്ഞാൽ 2 സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങളാണ് പ്രധാനപ്പെട്ടത്. അത് രണ്ടിലും ഈ ഹദീസ് ഇതുപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് പഠിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആപ്പിന്റെ ലോഞ്ചിന്റെ സ്ക്രീൻ മുഹമ്മദ് കുഞ്ഞി റെഡി ആയോ? രണ്ട് വാക്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ലല്ലോ. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിനെ കുറിച്ച് ഇനിയും ഒരുപാട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ കേട്ടുകൊണ്ടിരുന്ന ഈ ഒരു സദസ്സ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കിഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആ ഒരു സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് മൊബൈൽ ആപ്പ് കാത്തുഫ് തക്കാത്തുഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ഓർ ഫോർ കുർത്തുബ, കുർത്തുബക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് എന്നതിലുള്ള തക്കാത്തുഫ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് 350-ലേറെ ഗ്രാമങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അച്ചടിച്ച ഹാദിയ തയ്യാർ ചെയ്ത ഉറുദുവിലുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്ത് നടക്കുന്ന മക്തബുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ 50-ലധികം മക്തബുകൾ അൽഹംദുലില്ലാഹ് വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച മക്തബുകളാണ്, അഥവാ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലൊന്നും നിങ്ങൾ സങ്കല്പിക്കരുത്. അൽഹംദുലില്ലാഹ് 12 ലേണിംഗ് സെന്ററിലായിട്ട് 300 കുട്ടികൾ, സ്കൂളിൽ പോകാത്ത കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠനം കിട്ടുന്ന കുട്ടികളെ 2 മണിക്കൂർ വെച്ചിട്ടുള്ള ഒരു പഠനം ഒരു മഹാദലിത് വില്ലേജിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു തലമുറയുടെ നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്ന 2019 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് എക്സലൻസ് ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കുക, 2 വിദ്യാഭ്യാസവും നേടിയ പണ്ഡിതന്മാർ സാമൂഹിക സേവനത്തിന് ഇറങ്ങാൻ ആളുണ്ടാക്കുക. ആ വിദ്യാർത്ഥികൾ പ്ലസ് യാത്ര വർഷം ഓരോ വർഷവും 800 കുട്ടികൾ പരീക്ഷ 70 കുട്ടികൾ എടുക്കാറുള്ളത്. അതിൽ 280 കുട്ടികളും ഖുർആൻ അക്കാഡമിയിൽ ഹിഫ്ള് പഠിക്കുന്ന 40 കുട്ടികളും പഠിക്കുന്നുണ്ട്. ഓരോ വർഷം 70 കുട്ടികൾ എടുക്കണം. നല്ലൊരു ഓർഫനേജ് ഇൻഷാ അല്ലാഹ് തിമക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്ത ഓർഫനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങണം. അപ്പോഴാണ് ഇതിന്റെ പ്രാഥമിക ഘട്ടം ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കുക. അതെ, നിങ്ങളുടെയൊക്കെ പിന്നെ പ്രാർത്ഥനയും ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലെ ഒരു ആപ്പ്, 2 ആൻഡ്രോയിഡ് ഇതിലും അത് മറ്റേതിലും അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ ആ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കണം.
ബാക്കി ആപ്പ് അത് നിരന്തരമായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സുകളും കിട്ടുകൊണ്ടിരിക്കും. ഇനി നമ്പറുകളും പേരുകളും കിട്ടിയാൽ അവിടുത്തെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും. നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവണം, ദുആ ഉണ്ടാകണം. ഒരുപാട് സംതൃപ്തി നൽകുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആവശ്യത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ഇതിൽ ഔദ്യോഗികമായി 21 കോടി മുസ്ലിങ്ങളിൽ 1 കോടിയിൽ താഴെ മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. ബാക്കി 20 കോടി മുസ്ലിങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലാ സംസ്ഥാനങ്ങളിൽ. 80% ആളുകൾക്കും നിസ്കരിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, പ്രാഥമിക വിദ്യാഭ്യാസമില്ല, ഒരു നേതൃത്വമില്ല, ഒരു സാഹചര്യത്തിലൂടെ. എന്നാലും പ്രതീക്ഷയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉപയോഗിച്ച അഭിമാനകരമായ ഒരു അസ്തിത്വം തീർച്ചയായും സാധ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു എന്ന് തേടേണ്ടവരാണ് നമ്മളൊക്കെ. അതിന്റെ പ്രവർത്തനമാണ് പ്രവർത്തനങ്ങളുടെയൊക്കെ തുടർച്ചയായി ഹാദിയയുടെ മേലെടുത്ത് ഇന്ത്യയുടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന പ്രവർത്തനം. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു കൂടി കേട്ട പറഞ്ഞതിനൊരു നന്മയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കണം. അല്ലാഹ് നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലൂടെ അതിന്റെ ലിങ്കുകൾ നിങ്ങളിലേക്ക് ശ്രമിക്കും. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുത്ബ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് ലോഞ്ചിങ് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഈ തരത്തിലുള്ള ഒരു ലോഞ്ചിങ് ആണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ബാബാജി അത് നിർവഹിക്കപ്പെടും. അതിനുവേണ്ടി ബാബാജിയെയും ഇസ്ലാമിക് സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഇബ്രാഹിം അടക്കമുള്ള ഈ ഖുത്ബ പ്രൊജക്റ്റിന്റെ ഡയറക്ടർമാരും സഹകാരികളുമായുള്ള പ്രിയപ്പെട്ട അബ്ദുൽ സാഹിബ്, അബ്ദുൽ സലാഹുദ്ദീൻ സാഹിബ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന ബാബാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. ജസാക്കുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വിശദവിവരങ്ങൾ ആപ്പ് ലഭ്യമാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. ഇനി ഈ വേദിയിൽ ഒരു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജസാക്കുമുല്ലാഹു ഖൈർ. ദുആ വസിയത്ത് ഉണ്ട്. വെളിയങ്കോട് ഹംദാൻ ഹംസ എന്ന 14 വയസ്സുകാരൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് അമൃത ICUകളിൽ അഡ്മിറ്റാണ്. പ്രത്യേകം ഷിഫാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മരണപ്പെട്ട മാതാപിതാക്കൾ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ, മക്കളുടെ മനോവിഷമം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, അടുത്ത വർഷം ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖിന് ദുആ ചെയ്യാൻ, ഉമ്മാന്റെ കിഡ്നിയിലെ കല്ല് ഷിഫയാൻ വേണ്ടി ദുആ ചെയ്യാൻ, വീട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈറായ വീട് ലഭിക്കാൻ, മക്കളുടെ പല്ല് സംബന്ധമായ അസുഖം ഷിഫാൻ വേണ്ടിയിട്ട്, ശരീരമാകെ വേദന സിഹിർ ബാധിച്ചു എന്നൊരു സംശയം പെട്ടെന്ന് അത് ഷിഫാൻ വേണ്ടി ദുആ ചെയ്യണം. അളിയൻ സ്ട്രോക്കായിട്ട് ICUവിലാണ്, ഷിഫാന് ദുആ ചെയ്യാൻ. സഹോദരിയുടെ മകൻ അസുഖബാധിതനായി ICUവിലാണ്. കൊല്ലം
കുന്നിക്കോട് ഷാഹുൽ ഹമീദ് റിയാദിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 40 ഞായറാഴ്ച ദുആ ചെയ്യാൻ. അമ്മാവൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. നവാസിൻ്റെ ഉമ്മാമ്മ മരണപ്പെട്ട ആണ്ടാണ്, ദുആ ചെയ്യണം. IICയുടെ നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ മുൻ ജനറൽ സെക്രട്ടറി കരപ്പാത്ത് ഉസ്മാൻ സാഹിബ് ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ. പ്രത്യേകം ഷിഫാന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. 2 വയസ്സുള്ള മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് മകൾ സംസാരിക്കാനും നടക്കാനും വേണ്ടി തൗഫീഖിനായി പ്രത്യേകം ദുആ ചെയ്യണം. സഹസിൽ പായസം നേർച്ചയാക്കിയിട്ടുണ്ട്, പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താം. പിന്നെ ബഷീർ ഖാൻ്റെ അയൽവാസിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, ഷിഫാന് വേണ്ടി ദുആ ചെയ്യണം. ജസാക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഖുർത്തുബയുടെ തകാത്തുഫ് ആപ്പ് ഇവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. സുലൈമാൻ ഹാജി അടക്കമുള്ള CT അബ്ദുൽ ഖാദർ സാഹിബ് ഇവരൊക്കെ സുബൈർ ഉസ്താദിൻ്റെ കൂടെ അങ്ങ് ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും കഴിവിൻ്റെ പരമാവധി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അപ്പോൾ ഏതൊരു കാര്യവും അള്ളാഹു അത് വിജയിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് വേണ്ട ആളുകളെ പടച്ച തമ്പുരാൻ അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ തൃക്കരിപ്പൂർ കിടക്കുന്ന സുലൈമാൻ ഹാജി അവിടെ നിന്ന് അങ്ങ് ബീഹാർ കിഷൻഗഞ്ചിലേക്ക് എത്തുന്ന ആ ഒരു ദൈർഘ്യക്കുറവ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതോടൊപ്പം ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് അവറുകൾ അദ്ദേഹം അവിടുത്തെ പഠിപ്പിക്കലും ദഅവത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയ ചില പ്രവർത്തനങ്ങളാണ്. എല്ലാ പ്രവർത്തനങ്ങളും സുബൈർ ഉസ്താദിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ അനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവി, ഇന്ത്യയുടെ ഒരുപാട് സ്റ്റേറ്റുകളിൽ മൗനമായി ശാന്തമായി ഈ ഒച്ചപ്പാടിനും ബഹളത്തിനൊന്നും നിൽക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലോ 20 കൊല്ലോ കഴിഞ്ഞിട്ടേ കാണാൻ കഴിയും. അതുവരെ നമ്മളൊന്ന് കാത്തിരിക്കണം. ഒരു കുട്ടി ഉണ്ടാവണം, ഞാൻ 10 മാസം കഴിഞ്ഞിട്ടല്ലേ പ്രസവിക്കുള്ളൂ. അതുവരെ കാത്തിരിക്കണം. എനിക്ക് നാളെ തന്നെ കുട്ടി വേണമെന്നുണ്ട് കാര്യമുണ്ടോ? വിദ്യാഭ്യാസം നൽകിയിട്ടൊരു സമൂഹത്തെ ഉത്തേജിപ്പിക്കുകയാണ്. ആ ഒരു വലിയ ദൗത്യം നമുക്ക് ഒരു ക്ലിക്കിലൂടെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ കൂടെ നിൽക്കണം. ഇതൊരു ദഅവത്ത്, അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകൾ കൂടെ ഉണ്ടാവും. സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തു കൊടുത്ത ഈ ഉമ്മത്തിലെ കടഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് സ്വഹാബിമാർ. അവരെ പറ്റി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാനും പഠിക്കാനും ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്നതുപോലെ ഏതൊരു സൽപ്രവർത്തനത്തിനും വേണ്ട ആളുകളെ പടച്ചോൻ നാടും വീടും കുടുംബവും ഭാഷയും ഒന്നും വ്യത്യാസമല്ല അല്ലാഹു അടുപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കുടുംബത്തിന്റെ ഭാഗമായി നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. നമ്മുടെ ജോലിയിലും കച്ചവടത്തിലൊക്കെ അല്ലാഹു നല്ല ബർക്കത്ത് തരട്ടെ. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ ഏർപ്പാടുകളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. ഈ ഒരു സന്ദേശം തകാത്തുഫിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു 25,000 മുതൽ ഒരു 50,000 ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് ആദ്യത്തെ ദൗത്യം. അത് 5 ലക്ഷവും 1 മില്യണിലേക്കൊക്കെ എത്തണം. കാരണം ഒരുപാട് ഓടി നടന്ന് തളർന്ന് അവരവശരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. ഇൻഷാ അല്ലാഹ് ദീർഘകാലം വളരെ കൃത്യമായി വീക്ഷണത്തോടുകൂടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ സുബൈർ സാബ് പറഞ്ഞത് ഇന്ത്യയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്കൂളുകൾ നമുക്കുണ്ടാക്കണം, അതിന് എന്നോട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ്
ഇപ്പോഴും ചിന്ത അതാ പറഞ്ഞത്. കുട്ടികളും മക്കളും കാര്യം വരെ എന്നോട് പറഞ്ഞില്ല, നമുക്ക് നല്ല ക്വാളിറ്റി സ്കൂളിനെ കുറിച്ച് ടീച്ചർ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ അത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സുബൈർ ഉസ്താദ് ഓരോരുത്തരുടെയും എക്സ്പെർട്ടീസ് എന്താണോ അത് ടച്ച് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നത് ഖുർത്തുബയിൽ ഒതുങ്ങി നിൽക്കാനല്ല, ഒരുപാട് ഇനിയും സ്കൂളുകളും കോളേജുകളും നല്ല നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഉയർന്നു വരണം. അങ്ങനെ ആശ്രിതരില്ലാത്ത നേതാവോ നേതൃത്വമോ ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്ന് വിരൽ കാണിക്കാനോ ഒന്നിനും ആളുകളില്ലാത്ത, വളരെ മൗനിയായി നിൽക്കുന്ന, മൂകമായി നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുഖത്ത് ചിരി വിടർത്താൻ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്ക് സാധിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആയി ഖുർത്തുബക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇത്രയും കാലം സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, സഹായിക്കാൻ പോകുന്നവർ എല്ലാവരെയും റഹ്മാനായ അള്ളാഹു നീ സഹായിക്കണമേ തമ്പുരാനെ. പിന്നെ നമ്മുടെ കറപ്പാത്ത് ഉസ്മാൻ സാഹിബ് ഇസ്ലാം സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരു അറ്റാക്ക് ഉണ്ടായിട്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചികിത്സയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ, അള്ളാഹു പരിപൂർണമായ സലാമത്ത് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അബുദാബി SKSF സൗത്ത് സോണിന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഈ 22-ാം തീയതി ഞായറാഴ്ച 6 മണിക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടക്കുകയാണ്. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് അവറുകൾ സംബന്ധിക്കുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. മറ്റു നേതാക്കന്മാരൊക്കെ ഉണ്ടായിരിക്കും. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് നൂറുൻ അല നൂർ എന്ന മീലാദ് കോൺഫറൻസിലേക്ക്. അത് കഴിഞ്ഞ് ഒരു ഇഷ്ക് മജ്ലിസ് ബഷീർ ഫൈസി ദേശമംഗലം ശനിയാഴ്ച 21-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ. അത് പ്രഭാഷണമോ വഅളോ ഒന്നും ആയിരിക്കില്ല. അത് മദ്ഹ് ഇങ്ങനെ പറയുക, റസൂലുള്ളാഹി തങ്ങളോട് മദ്ഹ് ഹബ്ബ് വരുന്ന വിഷയങ്ങൾ പാടിയും പറഞ്ഞും ഏതാനും സമയം ഒരു പ്രത്യേകമായ ഒരു മഹബത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കഴിയാനുള്ള ഒരു നല്ല അത്ഭുത, വളരെ വിചിത്രമായ ഒരു അനുഭവമായിരിക്കും. എന്നാൽ സന്തോഷകരമായൊരു മുഹൂർത്തമായിരിക്കും. എല്ലാവരെയും ശനിയാഴ്ച രാത്രി 8 മണിക്കുള്ള ഇഷ്ക് മജ്ലിസിലേക്കും കണ്ണൂർ അബുദാബി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി SKSF ആണ് ബഷീർ ഫൈസി ദേശമംഗലം ഉസ്താദിൻ്റെ നേതൃത്വത്തിലെ ഇഷ്ക് മജ്ലിസിന് ശനിയാഴ്ച നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ശനിയും ഞായറും 2 ദിവസം ഇവിടെ പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എല്ലാവരും എത്തിച്ചേരാം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മൾ വെക്കുകയാണ്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അവരുടെയൊക്കെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു പ്രയാസങ്ങളെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ഷഹീർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിൽ നിന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ അബുദാബിയിലെ ക്ലാസ്സിലേക്ക് വരിക, നമുക്ക് അവിടെ നിന്നിട്ടൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അവിടെ വരുന്ന കുറച്ച് നല്ല മനുഷ്യന്മാർ വരുന്ന എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. അവരുടെയൊക്കെ ആമീൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സലാമത്താക്കി തരും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും സലാമത്താക്കി കൊടുക്കട്ടെ. അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികവും ശാരീരികവും മാനസികവും സാമൂഹികവും കുടുംബപരവും മക്കളപരവും എല്ലാ തരത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹു ഖൈറായൊരു വഴിയിലേക്ക് അതിനൊക്കെ പരിഹാരം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ യജമാനനായ ഉടമസ്ഥനായ അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വചരാചരങ്ങളും ചെടികളും കല്ലുകളും വൃക്ഷങ്ങളും ജിദ്ഉൻ നഖ്ല അടക്കം ഹമാമത്തടക്കം ഷജറത്തുകളടക്കം അഹ്ജാറുകളടക്കം ജിബാലുകളടക്കം ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയും അവിടത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത എത്രയോ ഹദീസുകളിലൂടെയാണ് റബ്ബെ ഞങ്ങളിന്ന് ചർച്ച ചെയ്തത്. അള്ളാഹു ജീവനുള്ള മജ്ജയുള്ള മാംസമുള്ള ചിന്തയുള്ള ഈമാനുള്ള ഞങ്ങളുടെ കൽബിൽ അള്ളാഹുവെ എത്രത്തോളം ഈമാൻ വേണം, എത്രത്തോളം മഹബത്ത് വേണം തങ്ങളോട്. അള്ളാഹുവെ ആ മഹബത്ത് ഉള്ള കൽബുകളായി ഞങ്ങളുടെ കൽബുകളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹൃദയമാക്കി തരണേ റബ്ബെ. തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. തങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കൽബ് നിറയെ സ്നേഹം തോന്നുന്ന കൽബ് നൽകണേ തമ്പുരാനെ. അവിടുത്തെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ സുനനുകളെ സജീവമാക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബെ. അവിടുന്ന് പഠിപ്പിച്ച ചര്യകളെ ജീവിതത്തിലേക്ക് ഭാഗമാക്കുന്ന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, കാരുണ്യവാനായ അല്ലാഹുവേ, മഹബത്ത് ഈമാനിൻ്റെ വലിയൊരു ഘടകമാണ്. മഹബത്ത് ഇല്ലെങ്കിൽ ഹബീബിനോടും ദീനോടും അമ്മത്തിനോടും ഹബീബിനോടും അവിടുത്തെ ദീനിൻ്റെ ആധാറുകളോടും ഷായറുകളോടും മസ്ജിദിനോടും മദ്രസയോടും ഒക്കെ
ദീനിൻ്റെ മജ്‌ലിസിനോടക്കം അള്ളാഹുവിനെ കലിം ചെയ്തപ്പെട്ട കലാസിനോടക്കം മഹബത്ത് വേണം. അള്ളാഹുവെ ഞങ്ങളുടെ ഖൽബിൽ മഹബത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റബ്ബേ. റഹ്മാൻ റഹീം ഈ തലമുറ മഹബത്തിന് അകലുകയാണ്. അള്ളാഹുവെ നിൻ്റെ ഹബീബിൻ്റെ മഹബത്ത് കൊണ്ട് നിറയുന്ന ഖൽബ് രാഷ്ട്രീയമായ മജ്‌ലിസുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും കൂട്ടുകളിലേക്കും എത്തിക്കാൻ തമ്പുരാനെ. ചീത്ത കൂട്ടുകളിൽ മക്കളെയും ഞങ്ങളുടെ തലമുറയും യുവതികളെയും നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ സ്വാലിഹീങ്ങൾ അവർക്ക് പരിശ്രമിക്കാനും സ്വാലിഹീങ്ങളുടെ സ്വഹബത്ത് സമ്പാദിക്കാനും മരിക്കുമ്പോൾ കലിമ ചൊല്ലി വയ്ക്കുകയും കബറിൽ കിടക്കുമ്പോൾ തൊട്ടടുത്തൊരു സ്വാലിഹിൻ്റെ ഖബറായി കിട്ടാനും നാളെ പുനരുദ്ധാരണങ്ങളിൽ അള്ളാഹുവെ സജ്ജനങ്ങളുടെ കൂടെയായി നടന്നു വരാനും സ്വർഗ്ഗത്തിലെത്താനും നാളെ കാണാനുമുള്ള മഹാഭാഗ്യം നൽകി തമ്പുരാനെ. ഇത്രയും വലിയൊരു നിന്നോട് ചോദിക്കാൻ മാത്രം ഞങ്ങളുടെ കയ്യിൽ ഒരു വൈയും കിട്ടാത്ത ചക്കുകളാണ് റബ്ബേ ഞങ്ങളുടെ കയ്യിൽ. ഒന്നുമില്ല റബ്ബേ ഞങ്ങളുടെ കയ്യിൽ. പക്ഷേ നിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്, നിന്റെ മഗ്ഫിറത്ത് അതിവിശാലമാണല്ലോ റബ്ബേ. നിന്റെ ഔദാര്യം അതിലും വിശാലമാണ്. നിന്റെ ഔദാര്യത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഫദ്ലിൻ്റെയും അള്ളാഹുവെ വിശാലതയിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ ക്രിമിനലുകളോട് മാറി നിൽക്കാൻ പറയുമ്പോൾ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അള്ളാഹു മുജ്രിമീങ്ങളെ നിങ്ങളെ ചേർക്കലേ പടച്ചവനെ. പെട്ടുപോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ അഹ്ശുർനാ മഅൽ മുത്തഖീൻ അല്ലാഹുമ്മ അഹ്ശുർനാ മഅസ് സ്വാലിഹീൻ അല്ലാഹുമ്മ അഹ്ശുർനാ മഅ ഉലൈകൽ മുഖറബീൻ അസ്സാബിഖീൻ. അല്ലാഹുവെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. കടവും രോഗവും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ അള്ളാഹുവെ നിന്നോട് എനിക്ക് ബോധിപ്പിക്കുന്ന പരാതികളാണ്. അത് തരുന്നു നീക്കി തരുന്ന മുഖതിയാണ്. നീ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ നീക്കിത്തരണേ എന്ന് നിന്നോട് ചോദിക്കുന്നത് ഇഷ്ടമാണ് റബ്ബേ. ഞങ്ങൾ ആയിരക്കുകയാണ് അള്ളാഹു ഞങ്ങൾക്ക് വന്ന പരീക്ഷണങ്ങളെ നീ പരിഹരിച്ചു തരണേ. ശരീരത്തിന് ആരോഗ്യം നിലനിർത്തണേ റബ്ബേ. രോഗത്തിന് ശിഫ നൽകണേ പടച്ചവനെ. റഹ്മാൻ ഞങ്ങളുടെ സുഹൃത്ത് വിദ്യാപള്ളി പീഡിക അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് 14ാം ആണ്ടാണ് നടക്കുന്നത് പറഞ്ഞിരുന്നു. അള്ളാഹുവെ ഉപ്പാടെ ഖബറിനെ സ്വർഗ്ഗത്തൊപ്പാക്കണേ. അവരുടെ ഉമ്മയും ഇട സമയത്താണ് മരിച്ചത്. 2 വർഷം ഖബറും സ്വർഗ്ഗത്തൊപ്പാക്കണേ. ഞങ്ങളുടെ ഒപ്പമാർ ഇടപ്രവർ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരുമായിരുന്നു. ഇവിടുത്തെ സുനി സെൻ്ററിൻ്റെയും സംസ്ഥയുടെയും പ്രവർത്തകന്മാർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ നമ്മുടെ യുഎയിലും മറ്റു രാജ്യങ്ങളിലും ഗൾഫിലും നാട്ടിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാദിമീങ്ങൾ, സാധാരണക്കാർ, ആലിമീങ്ങൾ, സദാലിമീങ്ങൾ, അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരെയും നീ നിന്റെ തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളിൽ കൺകുളിർമയെ തരണേ റബ്ബേ. അറിവും മതം തന്നു അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകി നീ അവർക്ക് സന്തോഷം നൽകണേ പടച്ചവനെ. വിവാഹിതരാകാൻ പോകുന്നവർക്ക് അള്ളാഹുവെ നിന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവിനെ തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. തുടങ്ങാനിരിക്കുന്നവർക്ക് എളുപ്പമാക്കണേ റബ്ബേ. കഴിഞ്ഞവർക്ക് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കാരുണ്യമായ റബ്ബേ. അള്ളാഹുവെ നീ മലായികത്തെ ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവം നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം നൽകണേ റബ്ബേ. ഞങ്ങളുടെ കൈയും കണ്ണും നാവും വിരലുകളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവെ നീ പൊരുത്തത്തിയാക്കി തരണേ റബ്ബേ. സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നിരുപാധിക മപ്പ് നൽകണേ അല്ലാഹ്. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക യാ മൗലാനാ സമീഉൻ ഖരീബ് മുജീബുദ് ദഅവാത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صلى على النبي الحمد لله رب العالمين. സുഹൃത്തിന്റെ ഭാര്യയുടെ ഇളമ ഐസിലാണ് ലെൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പറയുന്നത്. അല്ലാഹുവേ നീ അത്ഭുത സുഹൃത്തിന്റെ ഭാര്യയുടെ അനുജത്തിക്ക് ഹെർണിയുടെ ഓപ്പറേഷനൊക്കെ അല്ലാഹുവേ ആശ്രയിച്ച് വിശ്വ കൊടുക്കണേ പടച്ചവനെ. വെളിയങ്കോട് ഹംസ 14 വയസ്സ് ബ്ലഡ് ക്യാൻസർ വന്ന് ഐസിയുവിൽ അഡ്മിറ്റ് ആണ്. ആമീൻ. ജസാകുമുല്ലാഹു ഖൈർ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാകുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയും പോലെ തന്നെ എല്ലാ ബുധനാഴ്ചയും